السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചകളും ജുമുഅയ്ക്ക് ശേഷം അല്പസമയം ദീനിയായ വിഷയങ്ങൾ ചോദിക്കാനും അറിയാനും പഠിക്കാനുമുള്ള അവസരമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ ഉപയോഗിച്ചു പോരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അറിവില്ലായ്മയുടെ പരിഹാരം ചോദിക്കലാണ്. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക. ചോദിക്കുമ്പോൾ അത് അറിയാൻ വേണ്ടിയും അമൽ ചെയ്യാൻ വേണ്ടിയുമാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ചോദിക്കപ്പെടുന്ന ആളുടെ അറിവെത്രയെന്ന് അളക്കാൻ അളന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏതായാലും അറിവുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനുവേണ്ടി ആയിക്കൂടെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നിബന്ധനകൾ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കത് അറിയണം, പഠിക്കണം, ജീവിതത്തിൽ പാലിക്കണം, അമൽ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് എപ്പോഴും ദീനീ കാര്യങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഞങ്ങളൊന്നും പണ്ഡിതന്മാരല്ല, മത വിദ്യാർത്ഥികളാണ്. ദീൻ കൈകാര്യം ചെയ്ത മഹാപണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു, അതുപോലെ ലോകത്തുള്ള വ്യത്യസ്തമായ പണ്ഡിത സഭകളുടെയൊക്കെ പല വിഷയത്തിലുമുള്ള ഫത്വകളൊക്കെ നോക്കിയും അങ്ങനെയുള്ള ആളുകളുമായി സഹവസിച്ചും അവരിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ കൈമാറിത്തരുന്ന പണ്ഡിതന്മാരുടെയും അല്ലാത്തവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടയാളന്മാരാണ് ഞങ്ങളൊക്കെ. ഉലമാക്കൾ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല. വളരെ ആഴത്തിൽ മതം പഠിച്ച, ഖുർആൻ ഹിഫ്ളാക്കിയ, ഹദീസ് ഹിഫ്ളാക്കിയ, ഭാഷാ പ്രാവീണ്യമുള്ള, ദീനിയായ എല്ലാ അടിസ്ഥാനങ്ങളെയും നന്നായി പഠിച്ച് അമൽ ചെയ്യുന്ന ആളുകളാണ് ശരിയായ ഉലമാ എന്ന് അറിയപ്പെടുന്നത്. ഞങ്ങളാരും പണ്ഡിതന്മാരല്ല, തുല്ലാബുൽ ഇൽമ് എന്ന് വേണ്ടി പറയാം. മതവിദ്യാർത്ഥികൾ, ഇതിന് പഠിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ എന്ന് മാത്രമാണ് ഞങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ചോദിക്കാം. ഞങ്ങൾക്ക് വായനയിലും അറിവിലും പഠനത്തിലും പെട്ടതാണെങ്കിൽ അത് പറയാം. കഴിയില്ല, അതറിയില്ല എന്നാണെങ്കിൽ അതറിയില്ല എന്ന് പറയുകയും അത് പിന്നീട് ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് വായിച്ചു പഠിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ അടുത്ത ആഴ്ച അത് പറയുകയും ചെയ്യാം. ഇല്ലെങ്കിൽ അറിയുന്ന ആളിലേക്ക് നമുക്കത് മടക്കാം. ഏതായാലും അല്ലാഹുവിന്റെ ദീനാണ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ ജാഗ്രതയും വലിയൊരു പ്രയാസവും ആ രംഗത്ത് സ്വാഭാവികമായും ഉണ്ടാവണം. അറിയാതെ ഒരു അബദ്ധം പറഞ്ഞു പോയി ആളുകൾ ആ അബദ്ധം അമലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ നഷ്ടം പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് ഉണ്ടാവും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളുള്ള മനുഷ്യരാണ്. ഇമാം ഷാഫിയുടെ ഉസ്താദാണ്. മസ്ജിദ് നബവിയിൽ നബിതങ്ങളുടെ മിമ്പറിന്റെ സമീപത്തിരുന്ന്, നബിതങ്ങളുടെ ഖബറിന്റെ അപ്പുറത്തിരുന്ന്, റൗളയിലിരുന്നു കൊണ്ട് ദീൻ പഠിപ്പിച്ചിരുന്ന മഹാപണ്ഡിതനാണ്. ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാരെ പോലും ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി വരികയും അദ്ദേഹത്തിൽ നിന്ന് ദീൻ പഠിക്കുകയും അദ്ദേഹത്തോട് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി 8 മാസം ഇമാം മാലിക്കിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇമാം മാലിക്കിന്റെ സദസ്സുകളിൽ ദീൻ പഠിക്കാൻ വേണ്ടി ഹാജരായത്. ആ ഇമാം മാലിക് റഹിമഹുല്ലാഹ് മരിക്കാൻ കിടക്കുമ്പോൾ
അദ്ദേഹം ശക്തമായി കരഞ്ഞുവെന്ന് ചരിത്രങ്ങളിൽ കാണാം. കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നത്? ഒരുപാട് സേവനം ചെയ്ത ആളാണ് നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ പലപ്പോഴായി വന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുത്ത മറുപടികൾ, ആ മറുപടികളൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാനിപ്പോ ദുനിയാവിൽ നിന്ന് പോവുകയാണ്. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹ് ചോദിക്കും, എന്റെ ദീനിൽ എന്തിനാണ് നീ ഉറപ്പില്ലാതെ പറഞ്ഞത് എന്ന് റബ്ബ് ചോദിച്ചാൽ എന്തായിരിക്കും എനിക്കവിടെ പറയാൻ പറ്റുക? ആ പേടിയാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് ഇമാം മാലിക് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അങ്ങനെ അബദ്ധം പറ്റിയെങ്കിൽ അത് തെറ്റുപറ്റിയെന്ന് ആളുകളോട് തുറന്ന് സമ്മതിച്ചാൽ പോലെ, എന്ന ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. അദ്ദേഹം പറയും, ഇനി ഞാൻ സമ്മതിച്ചിട്ട് എന്ത് കാര്യം? എത്രയോ ആളുകൾ അതൊക്കെ കേട്ടു പഠിച്ചു, അവരൊക്കെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അവിടെ ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് പറഞ്ഞു എന്നും പറഞ്ഞ് അതൊക്കെ എഴുതി വെച്ച് പോയി. അതിന് ഖിയാമത്ത് വരെ ഈ മാലിക്കിൻ്റെ അഭിപ്രായമായി അതങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരിക്കും. ഞാനിവിടെ തിരുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ശക്തമായി കരയുകയും ആ കരച്ചോടുകൂടി അദ്ദേഹം മരിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ദീനു പറയാൻ അവകാശമുള്ള, അർഹതയുള്ള, ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി മാറ്റിവെച്ച, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ലാക്കിയ ആളുകൾ പോലും അത്ര ആശങ്ക ഇതിൽ വെച്ച് പുലർത്തിയെങ്കിൽ ഒന്നുമല്ലാത്ത ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമായ ഞങ്ങളെപ്പോൾ ആളുകളൊക്കെ ഒരു ചോദ്യോത്തര സെഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബേജാറുള്ള കാര്യമാണ്. ഏതാണെങ്കിലും നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആത്മാർത്ഥമായ നെയ്യത്തോടു കൂടി നിങ്ങൾ ചോദിക്കുക. പൂർണ്ണമായി ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉത്തരം പറയാം. എന്താണെങ്കിലും പടച്ച റബ്ബ് ഇവിടെ ദീന് പഠിക്കാനും അത് അമൽ ചെയ്യാനും എല്ലാം ഉള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. വല്ല അബദ്ധങ്ങളും വന്നു പോകുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ ആമുഖം അവസാനിപ്പിക്കുന്നു. അനിവാര്യമായി അറിയേണ്ട കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. വെറുതെ ഉണ്ടാക്കി ആലോചിച്ച് എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് കരുതി അങ്ങനെയൊന്നൊരു ഉണ്ടാക്കിയാണ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ചോദ്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുസാഫിടുത്ത് ഖുർആൻ ഓതായിരിക്കാം, ദുആ ചെയ്യാം, സ്വലാത്തെല്ലാം ദിക്റെല്ലാം ഇബാദത്തിലേക്ക് മുഴുകാം. ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തുണ്ടെങ്കിൽ എഴുതി കൊടുത്തയച്ചാൽ അത് അറിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വഫഖനല്ലാഹു ജമീഅ. ആമീൻ. ഉണ്ടോ? ഖസറായി നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സാലിമിൻ്റെ ചോദ്യം. നമ്മൾ ഖസറാക്കുന്ന പള്ളിയിൽ വന്ന് ജമാഅത്ത് നടക്കുന്നുണ്ട്. ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇമാമ് 4 ആയിരിക്കും. നമ്മൾ ഖസറാക്കാൻ നിയ്യത്ത് ചെയ്ത ആളുമാണ് എങ്കിൽ എന്താണ് ചെയ്യുക എന്നാണ്. ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ നമ്മളും പൂർത്തിയാക്കി നിസ്കരിക്കണം. അപ്പോൾ നമുക്ക് ഖസറില്ല. നമ്മൾ യാത്രയിലാണ്, ഒരു പള്ളിയിൽ കയറി ദുഹറും അസ്റും ജമ്മും ഖസറുമാക്കാൻ നിയ്യത്ത് ചെയ്താണ്. അവിടെ എത്തിയപ്പോൾ ഇമാം അവിടെ നിസ്കാരം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുന്നു. ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ ഇമാമ് 4 ആണെങ്കിൽ നമ്മളും 4. അതിന് അവസാനത്തെ റക്അത്തിൽ നമ്മൾ എത്തിയത് എന്നാൽ പോലും 4ാമത്തെ റക്അത്തിൽ നമ്മൾ വന്ന് കൂടിയത്. എന്നാൽ ഇനി ബാക്കി ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതിയോ? പോരാ. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി. നബി ഞങ്ങൾ പറഞ്ഞു, ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാകുന്നു. അവിടെ ഇമാമ് എന്ത് ചെയ്തോ ഇമാമിനെ പിൻപറ്റുക, അതാണ് മഅ്മൂമ്. അപ്പോഴേ ഇമാമാവുള്ളൂ. ഇമാം ഒരു വഴിക്ക് നമ്മൾ വേറെ വയ്ക്കുകയാണെങ്കിൽ ഇമാം എന്ന് പറയില്ല. അപ്പം ഇമാമിനെ നിശ്ചയിച്ചത് തന്നെ പിൻപറ്റാൻ വേണ്ടിയാണ്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായത്തിന് ഹെഡിങ് തന്നെ നൽകിയത് ഈ ഹദീസിൻ്റെ ഈ വചനമാണ്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി. ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് പിന്തുടരപ്പെടാൻ വേണ്ടിയാകുന്നു. അതുകൊണ്ട് ഇമാമ് എങ്ങനെയാണോ അങ്ങനെയാണ് മഅ്മൂമും നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഇമാമ് 4 ആണെങ്കിൽ നമ്മളും 4, അല്ലെങ്കിൽ പിന്നെ ഇമാമ് മുസാഫിറായ ആളായിരിക്കണം. അതിൽ 2 നിസ്കരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ 2 നിസ്കരിക്കാം. അപ്പോൾ അല്ലാത്തവർക്ക് ബാക്കി പൂർത്തിയാക്കാം. ഇമാമിനെ കൂടെ 2 നിസ്കരിച്ചു, യാത്രക്കാർ അല്ലാത്തൊരാൾക്ക് ബാക്കി 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കാം.
നമ്മൾ ഇമാമിനെ പിറകെ നിൽക്കുമ്പോൾ ഇമാം 4 ആണെങ്കിൽ നമ്മളും 4 ആണ് നിസ്കരിക്കേണ്ടത്. ഇനി ളുഹർ അങ്ങനെ ഇമാമിൻ്റെ കൂടെ 4 നിസ്കരിച്ചു. അസ്ർ പിന്നെ നമ്മൾ വേറെ നിസ്കരിക്കുകയാണ്. ഇമാം സലാം വിട്ടിയ ശേഷം നമ്മൾ അസ്ർ നമ്മൾ മാത്രം നിസ്കരിക്കുന്നു. 2 നിസ്കരിക്കാം. അപ്പോൾ ളുഹർ 4 ഇമാമിൻ്റെ കൂടെ ജമ്മായി നിസ്കരിച്ചു, ഖസ്റില്ല. അസ്ർ പിന്നെ നമുക്ക് ഖസ്റായിട്ട് അപ്പം തന്നെ 2 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ 4 ആൾ യാത്രക്കാരാണ്, നമ്മൾ വേറെ ജമാഅത്തായി അസ്ർ നിസ്കരിക്കുന്നു, കുഴപ്പമില്ല. അവിടെ ഇമാം 2 ആണെങ്കിൽ നമുക്ക് അസ്ർ 2 നിസ്കരിച്ചാൽ മതി. എന്നാൽ ഇമാം 4 ആണെങ്കിൽ ആ ഇമാമിൻ്റെ കൂടെ 4 നിസ്കരിക്കണം. ഇനി മഗ്രിബ് ഇശാ ഒക്കെ ആണെങ്കിൽ നമ്മൾ ജമ്മാക്കി നിയ്യത്ത് ചെയ്തു, ഇശാക്ക് പള്ളിയെത്തി, അവിടെ ഇശാ ജമാഅത്ത് നടക്കുന്നു, നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് ഇമാമിൻ്റെ കൂടെ ആദ്യം മുതലേ കൂടാം. 2 രൂപത്തിൽ നമുക്കവിടെ നിസ്കരിക്കാം. നമുക്ക് മഗ്രിബാണ് 3 റക്അത്തേ ഉള്ളൂ, ഇമാമിന് 4ഉമാണ്. അപ്പോൾ നമുക്കത് 4 ആക്കാൻ പറ്റുമല്ലോ. ആദ്യം ഇശാ നിസ്കരിക്കാൻ പറ്റുകയുമില്ല, ആദ്യം മഗ്രിബാണ് നിസ്കരിക്കേണ്ടത്. അവിടെ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ ഇമാമിൻ്റെ കൂടെ ആദ്യമേ കൂടുന്നു, 3ാമത്തെ റക്അത്ത് കഴിയുമ്പോൾ ഇമാമ് 4ാമത്തെ റക്അത്ത് എണീക്കുമ്പോൾ നമ്മൾ എണീക്കാതെ അത്തഹിയാത്തിൽ ഇരിക്കുന്നു. ഇത് അത്തഹിയാത്തിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുന്നു, സലാം വിട്ടുന്നില്ല. ഇമാമ് 4ാമത്തെ റക്അത്തും കഴിഞ്ഞ് അത്തഹിയാത്തിൽ വന്ന് ഇമാമിന് അത്തഹിയാത്തും കഴിഞ്ഞ് ഇമാമ് സലാം വിട്ടുമ്പോൾ ഇമാമിൻ്റെ കൂടെ ഒന്നിച്ച് സലാം വിട്ടുന്നു. അതുവരെ അത്തഹിയാത്ത് ദീർഘിപ്പിക്കുക. അത് ദുആകൾ നമുക്ക് അധികരിപ്പിക്കാം. അല്ലെങ്കിൽ 3 റക്അത്തിൽ ഇമാമിനെ പിരിയാം. 3 റക്അത്ത് കഴിയുമ്പോൾ നമ്മൾ ഇമാമിനെ പിരിയുന്നു എന്ന നിയ്യത്തോടു കൂടി നമ്മൾ അത്തഹിയാത്തിരിക്കുന്നു. എന്നിട്ട് അത് പൂർത്തിയാക്കി നമ്മൾ സലാം വിട്ടുന്നു. ഇമാമുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു. പിന്നെ അദ്ദേഹം നമ്മളെ ഇമാമല്ല. ആ പിരിയുന്നത് മുതൽ പിന്നെ അദ്ദേഹം നമ്മളെ ഇമാമല്ല, നമ്മൾ മഅ്മൂമല്ല. അവിടെ വെച്ച ബന്ധം അവസാനിപ്പിച്ചു. ഇമാമിൻ്റെ വഴിക്ക് പോയി, നമ്മൾ നമ്മളെ വഴിക്കും പോകുന്നു. അതാണ് മഗ്രിബ് നമ്മൾ ഇശാ ജമാഅത്തിൽ വന്ന് കൂടുമ്പോൾ ചെയ്യേണ്ടത്. ഞാൻ അതെല്ലാം നമ്മൾ വന്നപ്പോഴേ മഗ്രിബ് ഇശാ ഇമാം 2ാമത്തെ റക്അത്തിലോ 3ാമത്തെ റക്അത്തിലോ ഒക്കെ ആണ് എങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് 3 റക്അത്ത് കിട്ടും. ഇമാമിന് 2 റക്അത്താണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒന്ന് കൂടി നമ്മൾ ബാക്കി ഒന്ന് നിസ്കരിച്ചാൽ മതി. ഇമാമ് 1 റക്അത്തേ ബാക്കിയുള്ളൂ, നമുക്ക് ബാക്കി 2 നിസ്കരിച്ചാൽ മതി. ഇമാമിനെ കൂടെ 2ാമത്തെ റക്അത്തിൽ വന്ന് കൂടി എങ്കിൽ 3 റക്അത്ത് ഒപ്പം ഇമാമിനെ കൂടെ സലാം വിട്ടാൽ നമുക്ക് പറ്റുകയും ചെയ്യും. ഇതാണ് അസ്ലിയായുള്ളത്. അല്ലാഹു അഅലം. നമ്മൾ ജമ്മു കസറുമായി നിസ്കരിച്ച് പോന്നു, നാട്ടിലേക്ക് എത്തി. നാട്ടിലെത്തുമ്പോൾ യാത്ര കഴിഞ്ഞ് ഇവിടെ തിരക്ക് പോകണവർക്ക് പള്ളിയിൽ കയറി നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. ആ ജമാഅത്തിൽ പങ്കെടുക്കൽ നമുക്ക് സുന്നത്താണ്, നിർബന്ധമില്ല. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞു, എന്നാൽ പള്ളി വരുമ്പോൾ ജമാഅത്തുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ കൂടാം, നമുക്ക് വീണ്ടും നിസ്കരിക്കാം. 2ാമത്തെ നിസ്കാരം സുന്നത്തായി കണക്കാക്കപ്പെടും. നമ്മൾ പിന്നെ ഇശാവോ അസ്റോ മഗ്രിബോ ഏതെങ്കിലും അതിനാണ് നിയ്യത്ത് ചെയ്യുന്നത്. നമ്മൾ രണ്ടാമത് പ്രാവശ്യമാണ് നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്കത് സുന്നത്തിൻ്റെ കൂലി നമുക്കതിൽ കിട്ടും. അല്ലാഹു അഅലം. നോമ്പിലോ ഹജ്ജിൻ്റെ ഭാഗമായി ഉള്ള വാക്സിനേഷൻ തുള്ളിമരുന്ന് നമ്മൾ വായിലൂടെ ഒറ്റിക്കുന്ന തുള്ളിമരുന്നാണെങ്കിൽ നോമ്പ് ഏതായാലും മുറിയും, അതിൽ സംശയമൊന്നുമില്ല. നയിക്കുന്നതിന് ഉള്ളിലേക്ക് എത്തുന്നതാണെങ്കിൽ നോമ്പ് മുറിക്കും. ഏതുകൂടെയാണെങ്കിലും ജൗഫിലേക്ക്. ഇപ്പം ഇഞ്ചക്ഷൻ തന്നെ 2 ഐറ്റം ഇഞ്ചക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ സാധാരണ ഈ ഇൻസുലിനൊക്കെ അത് ജസ്റ്റ് നമ്മൾ ഈ തൊലിപ്പുറത്ത് ഇങ്ങനെ കുത്തിയിട്ട് വെക്കുന്നതാണ്. അത് നോമ്പ് മുറിയുകയില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ നരമ്പിലേക്ക് കൊടുക്കുന്നുണ്ടാവും. നരമ്പിൽ കൊടുത്ത് നരമ്പിലൂടെ അതൊക്കെ കയറി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിലുള്ള മരുന്നുകളൊക്കെ ആണെങ്കിൽ, അത്തരം സംവിധാനമാണെങ്കിൽ അത് നോമ്പിനെ മുറിക്കും. വായുവിടെ കൊടുക്കുന്ന ഇതാണെങ്കിൽ ഏതായാലും നോമ്പ് മുറിയും. കണ്ണിലുറ്റിക്കുന്നു, മൂക്കിൽ ചുറ്റിച്ചാൽ അത് ഏതായാലും മുറിയും. കണ്ണിലുറ്റിക്കുന്നു, ചെവി ചുറ്റിക്കുന്നു, ഇത് നേരെ ഉള്ളിലേക്കുള്ള വഴികളല്ല. കണ്ണിന് ഡയറക്റ്റ് പള്ളിക്ക് കണക്ഷനില്ല, ചെവിന് നേരിട്ട് വയറ്റിക്ക് കണക്ഷനില്ല. അപ്പോൾ ചെവിയിലോ കണ്ണിലോ ഉറ്റിച്ചു, ചിലപ്പോൾ അതിന് ചെറിയൊരു ടേസ്റ്റ് നമ്മളെ ഇവിടെ ഇങ്ങനെ അനുഭവപ്പെട്ടേക്കാം, ഒരു ചെറിയ കയ്പ്പ് അല്ലെങ്കിൽ അതിന് ചെറിയൊരു പുളിപ്പൊക്കെ ഇവിടെ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് മാത്രം നോമ്പ് മുറിയുകയില്ല. എന്നാൽ അതിൻ്റെ ഭാഗമായി ഉള്ളിലേക്ക് എത്തുന്ന വല്ലതും ഉണ്ടെങ്കിൽ മാത്രമാണ് നോമ്പ് മുറിയുക. അല്ലാപ്പോൾ ഒരു തുള്ളി കണ്ണിൽ ഉറ്റിച്ചു, ആ തുള്ളിക്ക് പ്രത്യേകിച്ച് ഉള്ളിലേക്ക് എത്താനൊന്നുണ്ടാവില്ല, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. നേരെ വയറ്റിലേക്ക് എത്തുന്ന, ജൗഫിലേക്ക് ഉള്ളിലേക്ക് എത്തുന്ന സംവിധാനമാണ് എങ്കിൽ അത് വാക്സിൻ ആയാലും ട്രീറ്റ്മെൻ്റ് ആയാലും ഏതാണെങ്കിലും നോമ്പ് മുറിയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
ജുമയുടെ കൂടെ ജംആക്കൽ നബിയുടെ മാതൃകയിൽ ഇല്ല. ളുഹറിൻ്റെ കൂടെയാണ് ജം ഉള്ളത്. വെള്ളിയാഴ്ച ളുഹറില്ല, വെള്ളിയാഴ്ച ജുമയാണുള്ളത്. അപ്പോൾ യാത്രക്കാരൻ ജുമ നിർബന്ധമില്ല. യാത്രയിലാണെങ്കിൽ ജുമയിൽ പങ്കെടുക്കാതെ അയാൾക്ക് ളുഹർ നിസ്കരിച്ചിട്ട് അസ്റും കൂടി ജമ്മാക്കി അങ്ങനെ പോകാം. ജുമയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ ജുമയുടെ കൂടെ അസ്റില്ല, അപ്പോൾ അയാൾക്ക് ജമ്മാക്കാൻ പറ്റില്ല. അസ്ർ സമയത്ത് അയാൾക്ക് കസ്ര നിസ്കരിക്കാം. ജുമയിൽ ഞാൻ യാത്ര പുറപ്പെട്ടു, അസ്ര സമയത്ത് വഴിയിലെവിടെയെങ്കിലും അയാൾ ഇറങ്ങി നിസ്കരിക്കുന്നു, അയാൾക്ക് കസ്രായി നിസ്കരിക്കാം. അസ്ർ രണ്ടായിട്ട് ജമ്മാക്കാൻ പറ്റില്ല. ഇല്ല, ളുഹറിൻ്റെ കൂടെ ഉള്ളൂ. ജമ്മ മുഖദ്ദമ ളുഹറിൻ്റെ കൂടെ ഉള്ളൂ, ജുമയുടെ കൂടെ ളുഹറും അസ്റുമാണ് ജമ്മാക്കൽ. വെള്ളിയാഴ്ച ളുഹറില്ല, വെള്ളിയാഴ്ച അസ്ർ അല്ല, പറ്റില്ല, ജമ്മില്ല. ജുമയുടെ കൂടെ ജമ്മാക്കൽ നബിയുടെ മാതൃകയിൽ നമുക്ക് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഒറ്റപ്പെട്ട ഫത്വകൾ ഉണ്ടെന്നല്ലാതെ അതത്ര ആധികാരികമായ പണ്ഡിതന്മാരുടെ ഫത്വകളല്ല. ഒറ്റപ്പെട്ട ചില അപൂർവം പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ജുമയെ കൂടി ജമ്മാക്കാം, കാരണം വെള്ളിയാഴ്ച ളുഹറിന് പകരമാണ് ജുമ എന്ന ന്യായം പറഞ്ഞിട്ടാണ് ആ ഫത്വ നൽകി കാണുന്നത്. പക്ഷെ അത് അത്ര പ്രബലമായ പണ്ഡിതന്മാരുടെയോ നമുക്കൊരു വിശ്വസ്തരായ അങ്ങനത്തെ സമിതികളുടെയോ ഒന്നും ഫത്വകൾ ആ വിഷയത്തിലൊന്നും കാണുന്നില്ല. സൗദി അറേബ്യയിലേക്കുള്ള ഫത്വ ബോർഡ് അടക്കം നൽകിയ ഫത്വകളൊക്കെ ജമ്മാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അല്ലാഹു അഅലം. അതായത് സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ പല പള്ളിയിലും ആളുകൾ വെള്ളിയാഴ്ച ജുമയ്ക്ക് ബാങ്ക് വിളിച്ചതിന് ശേഷം ആളുകൾ സുന്നത്ത് നിസ്കരിക്കൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് 2 ബാങ്കുള്ള പള്ളിക്കലൊക്കെ അവിടെ ഒന്നാമത്തെ ബാങ്ക് കൊടുത്താൽ സുന്നത്ത് നിസ്കരിക്കും, പിന്നെ മാസ്റ്റർ വിളിച്ച് 2ാമത്തെ ബാങ്ക് വിളിക്കാനാണ് നമ്മുടെ നാട്ടിൽ മറ്റു പള്ളിയിലൊക്കെ പൊതുവെ കാണാറുള്ളത്. അതിപ്പോൾ ളുഹറിൻ്റെ മുമ്പുള്ള റവാത്തിബ് എന്ന നിലക്കാണെങ്കിൽ ഏതായാലും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ളുഹറില്ലല്ലോ. അപ്പോൾ ളുഹറിന് മുമ്പുള്ള റവാത്തിബ് നിസ്കാരം എന്നത് ജുമയ്ക്ക് ബാധകമല്ല. ളുഹർ നിസ്കാരം തന്നെ അവിടെ ഇല്ല, പിന്നെ അതിൻ്റെ റവാത്തിബ് ഏതായാലും ഇല്ല. എന്നാൽ ബൈന കുല്ലി അദാനൈനി സ്വലാ, എല്ലാ 2 ബാങ്കിൻ്റെയും ഇടയിൽ നിസ്കാരമുണ്ട് എന്ന പൊതുവായ തത്വമുണ്ട്. എല്ലാ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ, അതാണ് ഉദ്ദേശം. ബൈന കുല്ലി അദാനൈനി 2 ബാങ്കാണ് ബാങ്കും ഇഖാമത്തുമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ ബാങ്കിൻ്റെയും ഇഖാമത്തിനും ഇടയിൽ നിസ്കാരമുണ്ട് എന്ന് പൊതുവായി നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം ഒരാൾ നിസ്കരിച്ചാൽ തെറ്റൊന്നുമല്ല. ബാങ്ക് കൊടുത്ത ശേഷം നിസ്കരിച്ചു, ആ നിസ്കാരം തെറ്റായ നിസ്കരിക്കാൻ പാടില്ല നമുക്ക് പറഞ്ഞുകൂടാ. അവിടെ പ്രത്യേകം സുന്നത്തുണ്ടോ ചോദിച്ചാൽ സുന്നത്തില്ല. റവാത്തിബായിട്ടോ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളോ ഇല്ല. ഈ തത്വം വേണമെങ്കിൽ ഒരാൾക്ക് എടുക്കാം. എല്ലാ ബാങ്കിൻ്റെയും എല്ലാ ഇഖാമത്തിൻ്റെയും ഇടയിൽ നിസ്കാരമുണ്ട് എന്ന തത്വപ്രകാരം ഒരാൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാം. എന്നാൽ വെള്ളിയാഴ്ച നബിയുടെയും സ്വഹാബത്തിൻ്റെയും മാതൃക ഖതീബ് കയറി കഴിഞ്ഞാൽ പിന്നെ ഖുത്ബ ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ അവിടെ നബി നിസ്കരിക്കാൻ കൽപ്പിച്ചത് തഹിയ്യത്ത് മാത്രമാണ്. നബി തങ്ങൾ ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് സുലൈഖ് അൽ ഖുത്ഫാൻ കുടുംബത്തിൽപ്പെട്ട സുലൈഖ് എന്ന സ്വഹാബി കയറി വരുന്നു. അദ്ദേഹം നേരെ പള്ളിയിൽ വന്ന് അവിടെ ഇരുന്നു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ചോദിച്ചു, യാ സുലൈഖ് അസ്വല്ലൈത, മറ്റൊരു റിപ്പോർട്ട് യാ ഫുലാൻ അസ്വല്ലൈത, മനുഷ്യ നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പം നബി പറഞ്ഞു, ഖും ഫർഖ റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിക്കുക, വതജവ്വസ് ഫീഹിമ, പരമാവധി ചുരുക്കി നിസ്കരിച്ചോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. അദ്ദേഹം എഴുന്നേറ്റ് 2 റകഅത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു. അപ്പോൾ തഹിയ്യത്ത് അവിടെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രത്യേകമായി കൽപ്പിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് കയറി വരുന്നത്. നേരം വൈകി വന്നതാണ്. ഖുത്ബ തുടങ്ങിയിട്ടുണ്ട് വന്നപ്പോൾ. അപ്പോൾ പിന്നെ ഉമർ ഖത്താബ് ചോദിച്ചു, അയ്യത്തു സഅത്തിൻ ഹാദിഹി, എന്താ ഈ സമയത്താണോ ജുമഅക്ക് വരുന്നത് എന്ന് ഉമർ ഖത്താബ് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തോട്ടത്തിൽ പണിയിലായിരുന്നു, സമയം അറിയാൻ വഴിയൊന്നുമില്ല. ബാങ്ക് കേട്ടപ്പോഴാണ് സമയമായി എന്ന് മനസ്സിലായത്. ഫമാസിത്തു അലൽ വുളൂഇ, അപ്പോൾ ഞാൻ വുളൂ ചെയ്ത് വേഗം പള്ളിക്ക് വന്നു. പിന്നെ സമയമൊന്നും വേറെ കളഞ്ഞിട്ടില്ല. ബാങ്ക് കേട്ട ഉടനെ വേഗം പണിയൊക്കെ നിർത്തി വേഗം ഒന്നുണ്ടാക്കിയിട്ട് പള്ളിക്ക് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കുളിച്ചിട്ടില്ലേ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച ഉപയോഗിക്കുമ്പോൾ കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുളിച്ചിട്ടില്ലേ എന്ന് ഉമർ ഖത്താബ് ചോദിച്ചതും കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയൊക്കെ തഹിയ്യത്താണ് പ്രത്യേകമായി അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്. അല്ലാത്ത നിസ്കാരം നബിയോ സ്വഹാബത്തോ വെള്ളിയാഴ്ച നിസ്കരിച്ചിട്ടില്ല എന്ന ഈ പൊതു തത്വം ഉള്ളത് കൊണ്ട് അതിലേക്ക് ബാധകമാക്കി ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം പാടില്ല എന്ന് പറയാൻ നമുക്ക് എന്നാലും വകുപ്പില്ല. അല്ലാഹു അഅലം.
ജുമാ നിസ്കാരം ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് എങ്ങനെയാണ് നിയ്യത്ത് വേണ്ടതാണ്. നിയ്യത്ത് അതിന് ജുമായ്ക്ക് ശേഷമുള്ള സുന്നത്ത് തന്നെയാണ് ഇവിടെ നിയ്യത്ത്. ജുമായ്ക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ തന്നെയാണ് അയാൾ നിസ്കരിക്കേണ്ടത്. 2 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കാം. അതേപോലെ മറ്റു ചോദ്യം, നമസ്കരിക്കുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും ചുണ്ടനങ്ങാതെ മനസ്സിൽ ചൊല്ലാമോ എന്നാണ്. അതല്ല ശ്രേഷ്ഠമായത്. ശ്രേഷ്ഠമായത് ചുണ്ടനക്കി നാവ് കൊണ്ട് ചൊല്ലൽ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹി വബ്തഗി ബൈന ദാലിക സബീല. നിന്റെ പ്രാർത്ഥന, നിന്റെ നിസ്കാരം നീ ഉറക്കെയാക്കരുത്, നീ പതുക്കെയുമാക്കരുത്. അത് രണ്ടിനും മധ്യേയുള്ള മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത്. അവിടെ കാണാം വലാ തജ്ഹർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കും വിധം ഉറക്കെയാക്കേണ്ടതില്ല. വലാ തുഖാഫിത് ബിഹി പതുക്കെയാക്കരുത്, യഅനി ഹത്താ ലാ തസ്മഅ നഫ്സുക്, നീ പോലും കേൾക്കാത്ത വിധം പതുക്കെയാക്കുകയും ചെയ്യരുത്. അപ്പം നമ്മൾ നാവ് കൊണ്ട് ഉരുവിടുകയാണ് വേണ്ടത്. ഈ ദിക്റൊക്കെ ചൊല്ലാനുള്ളതാണ്. ഫാത്തിഹ ഓതലാണ്, ഫാത്തിഹ ചിന്തിക്കതല്ല. ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, തക്ബീർ ചൊല്ലുക എന്ന് തന്നെയാണ് പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്നു, ചുണ്ട് അനങ്ങുന്നു, നമ്മുടെ ശരീരം കേൾക്കുന്നു. നമ്മുടെ ശരീരം കേൾക്കുന്നു. അതാണ് അതിന് ഏറ്റവും ശരിയായ രീതി. എന്നാൽ മറ്റുള്ളവർ കേൾക്കുമാറ് ഉറക്കെ ആക്കേണ്ടതില്ല. അങ്ങനെ ഉറക്കെ ആകേണ്ടത് ഇമാമ് മാത്രമാണ്. ഇമാമ് ഓതുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കേണ്ടത് കേൾക്കണം. മഅ്മൂമിനും ഒറ്റ നിസ്കരിക്കുന്ന ആൾക്കും അങ്ങനെയില്ല. അപ്പോൾ അവനവൻ കേൾക്കണം, മറ്റുള്ളവർ കേൾക്കേണ്ടതില്ല എന്നേ അതിലുള്ളൂ. അതാണ് അത് ഏറ്റവും ശരിയായ രീതി. അല്ലാഹു അഅലം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അത് നമുക്ക് ഒറ്റടിക്ക് പറയാൻ കഴിയില്ല. വ്യത്യസ്തമായ രീതികൾ അതിൽ സ്വീകരിക്കുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്, പല രൂപത്തിലുണ്ട്. പലപ്പോഴും അതിൽ തങ്ങളുടേതല്ലാത്ത ബീജം കുത്തിവെക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, വ്യഭിചാരത്തിൻ്റെ മറ്റു ചില വശങ്ങൾ ഒക്കെ വരുന്ന വഴികളുണ്ട്. അതെല്ലാം അന്വേഷിച്ചും പഠിച്ചും ബോധ്യപ്പെട്ടും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമുക്ക് മറ്റ് അനിസ്ലാമികമായ പ്രവണതകളൊന്നും വരാത്ത രൂപത്തിലുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാവൂ. അല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്നതിനാണ് പൊതുവായി പറയാൻ പറ്റുക. ഓരോന്നും പ്രത്യേകം എടുത്തുകൊണ്ട് അത് ഇന്നതാണ്, അതിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വേർതിരിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ആ ഇതിലേക്ക് പോകും മുമ്പ് നമ്മൾ സ്വീകരിക്കുന്ന സിസ്റ്റം എന്താണ് എന്ന് നന്നായി പഠിക്കുകയും അതിൽ തെറ്റായ വഴികൾ വരാൻ സാധ്യതയുള്ള മേഖല ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ പഴുതുകൾ അടക്കുകയും ചെയ്തിട്ടാണ് അത്തരം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടത്. വല്ലാഹു അഅലം. എന്താ വളരുണ്ടോ? അതെ, മഗ്രിബ് ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2 റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട്. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലു ഖബ്ലൽ മഗ്രിബ്, സ്വല്ലു ഖബ്ലൽ മഗ്രിബ്, സ്വല്ലു ഖബ്ലൽ മഗ്രിബ് വഖാല ഫി റാബിഅ ലിമൻ ഷാഅ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 പ്രാവശ്യം പറഞ്ഞു മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ, മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ, മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ. 4ാമത്തെ പ്രാവശ്യം നബി പറഞ്ഞു ലിമൻ ഷാഅ, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചോട്ടെ എന്ന് 4ാമത് പറഞ്ഞു. 3 പ്രാവശ്യം നിങ്ങൾ നിസ്കരിക്കുവീൻ എന്ന് പറഞ്ഞു. 4ാമത് പറഞ്ഞപ്പോൾ ലിമൻ ഷാഅ, ഇഷ്ടമുള്ളവർ നിസ്കരിക്കുക എന്ന് പറഞ്ഞതോടുകൂടി നിർബന്ധമില്ല എന്ന് മനസ്സിലായി. നിർബന്ധമാണെങ്കിൽ ഇഷ്ടമുള്ളവർ നിസ്കരിക്കുക എന്ന് പറയില്ല. എന്നാൽ സുന്നത്തുണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ ചെയ്യുവീൻ, ഇത് കൽപ്പനാക്രിയയാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലക്ക് സുന്നത്തുണ്ട്. സ്വഹാബിമാരൊക്കെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തൂണുകൾ നോക്കി ഓടുമായിരുന്നു എന്ന് കാണാൻ കഴിയും. തൂണ് മറക്കെ നോക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി വേഗം ധൃതിപ്പെട്ട് പോകുമായിരുന്നു. എന്നിട്ട് പുറത്തു നിന്ന് വരുന്ന ആളുകൾ വിചാരിച്ചു പോകും നിസ്കാരം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നതാണ്. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സുനിസ്കരിക്കാണോ എന്ന് തോന്നുമാണ്. അത്രയേറെ എല്ലാവരും അവിടെ മഗ്രിബിന് മുമ്പ് നിസ്കരിക്കുമായിരുന്നു എന്ന് സ്വഹാബത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അത് സുന്നത്താണ്, നബി തങ്ങൾ പ്രത്യേകം പ്രേരിപ്പിച്ച കാര്യമാണ്. എന്നാൽ ആൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ലിമൻ ഷാ എന്ന നബി പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ആളുകൾ നിസ്കരിച്ചാലും മതി എന്നാണ്. നമ്മുടെ നാട്ടിൽ വെച്ച പഴയ കാലത്തൊക്കെ ഈ പൊതുവെ ഷാഫി മദ്ഹബിൻ്റെ ചില മസലകൾ പിടിച്ചുകൊണ്ട് വന്നതിനാൽ മഗ്രിബ് ഭയങ്കര ടൈം ടൈറ്റാക്കി പിടിക്കലാണ് പതിവ്. അതുകൊണ്ട് നമ്മളെ നാട്ടിലെ മഹല്ല് പള്ളിയിലൊക്കെ മഗ്രിബിന് ശേഷമുള്ള ദിക്റുകൾ പോലും ഒരു
വെട്ടിക്കുറച്ച് ഒഴിവാക്കും. ശരിക്കും ഹദീസ് പ്രകാരം ഏറ്റവും അധികം നിൽക്കുന്നുള്ളത് സുബഹിക്കും മഗ്രിബിനുമാണ്. പക്ഷെ നമ്മൾക്ക് നാട്ടിലെ പള്ളിയിൽ മഗ്രിബാണ് ബാങ്ക് കൊടുത്ത് നിസ്കാരം സ്ഥലം വിട്ട് കഴിഞ്ഞാൽ വേഗം പിന്നെ കൂട്ടുപാത്രം നടത്താൻ ചെയ്യാം. അല്ലാതെ സുബ്ഹാനല്ലാഹ് പോലും പലപ്പോഴും ചെല്ലാറില്ല. അതൊക്കെ ഷാഫി മദ്ഹബിലെ അഭിപ്രായങ്ങളിൽ പഴയ അഭിപ്രായ പ്രകാരം മഗ്രിബിൻ്റെ സമയം ബാങ്ക് വിളിച്ച് മേഘത്തിലെ കടും ചുവപ്പ് മായുന്നത് വരെ എന്നാണ് ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായം. മറ്റൊരഭിപ്രായം അത്രയും ഇല്ല എന്നാണ്. ബാങ്ക് വിളിക്കുക, വുളൂ ചെയ്യുക, വസ്ത്രം മാറുക, 5 റക്അത്ത് നിസ്കരിക്കുക, ഇതിന് എത്ര സമയം വേണോ ആ സമയമേ മഗ്രിബിനുള്ളൂ എന്ന കൗല് ഷാഫി മദ്ഹബിലുണ്ട്. അപ്പോൾ അതുപ്രകാരം ഒരു ബാങ്ക് കൊടുത്താൽ 10-15 മിനിറ്റ് ആകെ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് മഗ്രിബിൻ്റെ സമയം കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അനാവശ്യമായ ധൃതി കാണിച്ചുകൊണ്ട് നിസ്കാരം വേഗം ബാങ്ക് കൊടുത്താൽ അപ്പം തന്നെ ഇഖാമത്തും കൊടുത്ത് വേഗം നിസ്കരിക്കും, സലാം വീട്ട് വേഗം കൂട്ടുപാത്രം നിർവഹിച്ചാണ് നിസ്കരിച്ചാണ്ട് പിന്നെ ഒരു ബാക്കിലേക്ക് പോകും. അപ്പോഴും കൂട്ടുപാത്രം ഒഴിവാക്കില്ല. അത് ഒഴിവാക്കിയ ആ സ്ഥാനത്ത് സുബ്ഹാനല്ലാഹ് എന്ത് ചെയ്യാൻ മതി, അതിന് തയ്യാറാവില്ല. ഏതാണെങ്കിലും അതിൽ നിന്നാണ് ആ ഒരു ധാരണ വന്നത്. പൊതുവേ പല പള്ളിയിലും ബാങ്ക് കൊടുത്താൽ ഉടനെ ഇഖാമത്താണ് മഗ്രിബിനുള്ളത്. ശരിക്കതല്ല. നബിതങ്ങൾ മഗ്രിബ് ദീർഘമായി നിസ്കരിച്ചിട്ടുണ്ട്. ഇവ നമ്മൾ സ്വഹാബി 2 നിസ്കരിക്കുമായിരുന്നു. എന്നാൽ മഗ്രിബിൽ നബിതങ്ങൾ അറാഫ് സൂറത്ത് വരെ ഓതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. മഗ്രിബ് നിസ്കാരത്തിൽ സൂറത്ത് അറാഫ് പൂർണ്ണമായും പാരായണം ചെയ്തു എന്ന് വരെ കാണാം. ഒരു സ്വഹാബി പറയുന്നത് അദ്ദേഹം പള്ളിയിൽ വന്നു, അങ്ങനെ നിസ്കരിക്കാൻ വരുമ്പോഴേക്ക് അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാൻ ആവശ്യമായി തോന്നി. അങ്ങനെ അദ്ദേഹം പോയി 1-2 കഴിഞ്ഞ് ഉദുണ്ടാക്കി വന്നപ്പോഴും 1-ാമത്തെ റക്അത്തിൽ നബിനൊപ്പം കിട്ടി എന്ന് പറയുന്നുണ്ട്. അത്ര ദീർഘമായി നബിതങ്ങൾ നിസ്കരിച്ച എപ്പോഴില്ല, അങ്ങനത്തെ സമയങ്ങളും മഗ്രിബിൽ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. അപ്പം മഗ്രിബ് ഇശാ വരെ നമുക്ക് സമയമുണ്ട്. ആ വക ധൃതി നമുക്ക് അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മുമ്പത്തെ സുന്നത്ത് കഴിയുമെങ്കിൽ അത് നിസ്കരിക്കുക. പിന്നെ 3 റക്അത്ത്, പിന്നെ 2 റക്അത്ത് ശേഷമുള്ള റവാത്തബിൽപ്പെട്ട സുന്നത്ത്. അതേപോലെ ഏറ്റവും അധികം ദിക്റുകൾ ഉള്ളത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും സുബഹിക്ക് ശേഷവുമാണ്. അതൊക്കെ പ്രാവർത്തികമാക്കി ശീലിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാഹു അഅലം. സക്കാത്ത് നമുക്ക് സക്കാത്ത് ഇയർ നമുക്കുണ്ടാവും. കച്ചവടം ആരംഭിച്ച മുതൽ 1 വർഷം തികയുന്ന അറബി മാസപ്രകാരം 1 വർഷം എപ്പോഴാണോ പൂർത്തിയാകും. കഴിഞ്ഞ റമദാൻ 1-ന് ഒരു കച്ചവടം ആരംഭിച്ചു എങ്കിൽ ഈ ഷവ്വാൽ 30 കൂടി, ഷഅബാൻ 30 കൂടി, ഷഅബാൻ 29 കൂടി ആ കൊല്ലം പൂർത്തിയായി. അതാണ് സക്കാത്ത് ഇയർ എന്ന് പറയുക. ഒരാളുടെ സക്കാത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് അതാണ്. അതിനിടയിൽ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇടയിൽ ചിലപ്പോൾ കച്ചവടം കുറയും കൂടുകയും അസറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. വർഷാവസാനമാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ടത്. അപ്പോഴുള്ള അസറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന വിവരം. ശരി. ചെലവഴിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യായമായ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചതാണെങ്കിൽ പ്രശ്നമില്ല. വീട്ടിലെ ചെലവുകൾ, ചികിത്സകൾ, അതേപോലെ നമ്മുടെ അത്യാവശ്യമുള്ള അങ്ങനത്തെ അടിസ്ഥാന ചെലവുകൾ, അതിനു വേണ്ടി ചെലവഴിച്ചതാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും, സ്റ്റാഫിന് ശമ്പളം കൊടുത്തത്, അങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. അതൊന്നുമല്ലാതെ നമുക്കിതിന് ലാഭമായി കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാവുന്നതാണെങ്കിൽ അതുകൂടി നമ്മൾ കൂട്ടേണ്ടതുണ്ട്. എന്താ ചോദിക്കാണ്ടോ കുട്ടികൾ? എന്താ ചോദിക്കാണ്ടല്ലോ, ചോദിച്ചോളി. ഞാൻ നമ്മളെ അസറ്റ് മുമ്പിലൊക്കെ ഞാൻ മതിയല്ലോ, സൈഡിലൊക്കെയാലോ. അത് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ വളരെ നിസ്കാരങ്ങളില്ല. ഇതാ ഉഖീമത്തി സ്വലാത്തു ഫലാ സ്വലാത്ത് ഇല്ലൽ മക്തൂബ. നബി ഞങ്ങൾ പറഞ്ഞു, ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫർളല്ലാത്ത നിസ്കാരമില്ല. അവിടെ സുന്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സുന്നത്ത് നിസ്കരിക്കാനുള്ള സാവകാശമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇനി തുടങ്ങി പ്രതീക്ഷിക്കാതെ നമ്മൾ നിസ്കാരം മോദിയായപ്പോഴേക്ക് ഇഖാമത്ത് വിളിച്ചു എങ്കിൽ ആ ഫർളാണ് അവിടെ മുഖ്യമായത്, സുന്നത്തല്ല. ആ സുന്നത്ത് ഒഴിവാക്കി നമുക്ക് പോകാം. ഇനി അതല്ല, സുന്നത്ത് വേഗം പൂർത്തിയാക്കി നമുക്ക് ഇമാമത്ത് തക്ബീറത്ത് കിട്ടുമ്പോഴേക്ക്
അതിലേക്ക് വന്ന് ചേരാൻ സാവകാശമുണ്ടെങ്കിൽ ഇമാം സൊഫൊക്കെ ശരിയാക്കി ഒക്കെ റെഡിയാക്കി ഇതോടൊക്കെ ഇമാമ തക്ബീറാൻ കിട്ടുള്ളൂ നമുക്കറിയാം. അപ്പോൾ ഒന്ന് വേഗം സ്പീഡാക്കി ദിക്റൊക്കെ ഒന്ന് ഒറ്റവട്ടം ചൊല്ലി നമുക്ക് വേഗം അത് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിസ്കാരം മുറിച്ചു പോണേക്കാൾ നല്ലത് പൂർത്തിയാക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അതാണ്. അതല്ല പൂർത്തിയാക്കാൻ നിന്നാൽ നമുക്ക് തക്ബീർ നഷ്ടപ്പെടും, ഇമാം ഫർദ് ആരംഭിക്കും എന്നാണെങ്കിൽ പൂർത്തിയാക്കേണ്ടതില്ല. ആ സുന്നത്ത് ഒഴിവാക്കി നമ്മൾ ഫർദിലേക്ക് ഇമാമിനെ കൂടെ കൂടുകയാണ് വേണ്ടത്. അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ക്ലോക്ക് ഉണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അന്വേഷിക്കാം എത്ര മണിക്കാണ് ഇഖാമത്ത്, എത്ര മിനിറ്റ് ബാക്കിയുണ്ട് നമുക്ക് നോക്കാമല്ലോ, അതൊക്കെ ചെയ്യാം. ഈ മുമ്പിലെപ്പോഴും ക്ലോക്ക് വെക്കുമ്പോൾ വെച്ചാൽ ശ്രദ്ധ പോകുമെന്നുകൊണ്ടാണ് കലണ്ടറായാലും ക്ലോക്കായാലും അതേപോലെ മറ്റുള്ള എഴുത്തുകളായാലും ഒക്കെ മുമ്പിൽ നിന്ന് പലപ്പോഴും ഒഴിവാക്കുന്നത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അത് നല്ല കാര്യമാണ്, പക്ഷേ ഈ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതുമാണ്. അല്ലാഹു അഅലം. പഠനത്തിലേക്ക് അവസാനിപ്പിക്കാം. ഇഖാമത്ത് കൊടുക്കാം. ബാങ്കിനും ഇഖാമത്തിനും നിസ്കാരത്തിനൊക്കെ ഒരു പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ടെങ്കിൽ അതാണ് പിൻപറ്റേണ്ടത്. ഇമാമിനെ കാത്തിരിക്കാം. ഇപ്പോൾ സാധാരണ ഇപ്പം നബിയുടെ പള്ളിയിൽ നമ്മൾ ഇന്നത്തെ പോലെ ഫിക്സ്ഡ് ടൈം അല്ല ഒരു വക്തിനും. അവിടെ ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് എപ്പോഴാണ് വെച്ചാൽ നബി വരുമ്പോൾ അതാണ് നബിൻ്റെ പള്ളിക്ക്. നബി സ്വലം തങ്ങൾ എപ്പോഴാണ് വരിക അപ്പോൾ ഇഖാമത്ത് കൊടുക്കും. നബി വൈകിയാൽ പോലും വൈകും, ഒരാൾ കാത്തിക്കും. അതാണ് ശരിക്കും ഇമാമിനാണ് അധികാരമുള്ളത്. ഇമാമിനെ കാത്ത് ഇപ്പോൾ ജുമുഅയ്ക്ക് വരെ ഇമാമിന് തഹിയ്യത്ത് പോലും സുന്നത്തില്ല എന്നാണ്. ഇമാം അവസാനമാണ് വരേണ്ടത്. ഇമാമിനെ ആളുകൾ കാത്തിരിക്കണം എന്നാണ്. സ്വഹീഹ് ബുഖാരി അധ്യായമുണ്ട്, ബാബു ഇന്തിലാലിൻ നാസിൽ ഇമാം, ജനങ്ങൾ ഇമാമിനെ കാത്തിരിക്കണം എന്ന അധ്യായം. ഇപ്പം പല പള്ളിക്കും തിരിച്ചാണ്ടാകുക, ഇമാം ആദ്യം വരും, ആൾക്കാർ വരാൻ വേണ്ടി കാത്തിക്കലാണ്. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് ഒന്നുമല്ല. അപ്പോൾ ആ ഇമാമിനെ കാത്തിരിക്കുക. ഇമാമ് നേരെ മിമ്പറിൽ വരുന്നു, ഇമാമിന് തഹിയ്യത്ത് പോലും വെള്ളിയാഴ്ചയിൽ സുന്നത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ വന്നാൽ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, നേരത്തെ പള്ളിയെത്തി തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കണം എന്നല്ല. അദ്ദേഹം നേരെ വന്ന് മിമ്പർമ കയറാണ് പതിവ്. ശരിക്ക് കിതാബിലൊക്കെ പ്രയോഗിച്ച പ്രയോഗം തുലൂഉൽ ഖതീബ് അലൽ മിമ്പർ എന്നാണ്. ഇമാമ് മിമ്പറിൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് ശരിക്കും ഫിഖിന്റെ കിതാബിലൊക്കെ പ്രയോഗം. അതായത് ഗൾഫിലൊക്കെ പോയാൽ ഇമാമിന് ഈ വാതിൽ കൂടി വരില്ല, അവർക്ക് വേറെ വാതിലേക്കും. ചെരുപ്പിട്ടാണ് പലപ്പോഴും അവിടെ അയച്ചിട്ട് കയറില്ലേ. അപ്പം ആണ് വരുമ്പോൾ നമ്മൾ അറിയുള്ളൂ. നേരെ വന്ന് സലാം പറയുമ്പോഴാണ് മഅ്മൂമീങ്ങൾ അറിയുക. അതാണ് ഏറ്റവും ശരിയായ രീതി. ആളുകൾ ഇമാമിനെ കാത്തിരിക്കണം എന്നാണ്. എന്നാൽ ഒരു പള്ളിയിൽ പള്ളി ഭാരവാഹികളോ ഇമാമോ അവിടുത്തെ കമ്മിറ്റിക്കാരോ ഫിക്സ് ചെയ്തു നമ്മൾ നിസ്കാരം ഇന്ന സമയത്തായിരിക്കും എന്നാൽ പിന്നെ അതാണ് ഫോളോ ചെയ്യേണ്ടത്. ഒരു ഇമാമിനെ വെച്ചു, ആ ഇമാമിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ തന്നെ ളുഹർ എത്ര മിനിറ്റ്, അസ്ർ എത്ര മിനിറ്റ് നോക്കുമ്പോൾ നിശ്ചയിച്ച് കഴിഞ്ഞു. അത് നിശ്ചയിക്കാനുള്ള അധികാരം പള്ളി ഭാരവാഹികൾക്കുണ്ട്. അത് കമ്മിറ്റിക്കാർ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് അവിടെ നിശ്ചയിച്ചു. അത് അവിടെ ആളുകൾ അറിയിക്കാൻ സംവിധാനം വേണം. എങ്കിൽ പിന്നെ ആ സമയമാണ് ഫോളോ ചെയ്യുക. പിന്നെ അവിടെ വന്നിട്ട് പിന്നെ ഇമാമ അറിയാൻ ഞാൻ ഇഷ്ടം വരും അപ്പോൾ നിശ്ചയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. ആ ഇമാമിനെ ഇവർ നിശ്ചയിച്ചതാണ്. നിശ്ചയിക്കുമ്പോൾ തന്നെ ഈ സിസ്റ്റത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ സമയമായാൽ ഇഖാമത്ത് വിളിക്കാം. ഇപ്പോൾ ഒരാൾക്ക് നിസ്കരിക്കുന്നുണ്ട്, അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു, അത് തെറ്റായി കഴിയുന്നില്ല. ഒരാൾ നിസ്കരിക്കുക സലാമുട്ടായിട്ടുണ്ട്, ആയിക്കോട്ടെ മുമ്പ് നിസ്കാരം കഴിയോട്ടെ, എന്താ നിസ്കാരം തുടങ്ങാം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല. ആ സമയത്തിന് മുമ്പ് ഇഖാമത്ത് കൊടുക്കാൻ പാടില്ല. അത്തയ്യാത്തിലാണെങ്കിൽ ഇനി ബെല്ലടിച്ചാലും അവന് അത്തയ്യാത്ത് പൂർത്തിയാക്കാൻ പറ്റും. ഇതിന് ബെല്ലടിക്കുക എന്നുള്ളതല്ല, ഇഖാമത്ത് വിളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഹദ്. അത് അത്തയ്യാത്തിലാണെങ്കിലും അയാൾക്കത് പൂർത്തിയാക്കാൻ സമയം അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇമാമിനെ കാത്തിക്കുക, ഇമാമിനാണ് അധികാരം. ഒരിക്കൽ ഇഷാഇന് നബി തങ്ങൾ ഒരുപാട് വൈകി. പള്ളിക്കൽ എല്ലാവരും ഉണ്ട്, സ്ത്രീകളും കുട്ടികളൊക്കെ പള്ളിക്കലുണ്ട്, എല്ലാവരും ഇങ്ങനെ കാത്തിക്കുകയാണ്. നബി വരാൻ കുറേ വൈകി. അവസാനം ഉമർ ഖത്താബ് പറയാണ്, ഞങ്ങൾ നബിൻ്റെ വീട് നേരെ ഈ റൂമേനാണല്ലോ, ഇത് പള്ളി നേരെ ഈ വാതിൽ വന്ന നബിയുടെ റൂമാണ്, നബി അവിടെ ഉണ്ട്. അപ്പം നബി അന്ന് വരാതെ നിന്ന് വേറെ ചില ഹൈറുകൾക്ക് വേണ്ടിയാണ്. അതൊക്കെ പിന്നെ മനസ്സിലായി. അപ്പോൾ ഉമർ ഖത്താബ് ഇങ്ങനെ വാതിൽക്ക് ചിലരൊക്കെ പോയിക്കാണ് ഇങ്ങനെ പറഞ്ഞത്, ഒന്ന് ഇങ്ങനെ കുരച്ചൊക്കെ നോക്കി. നബി അഥവാ ശ്രദ്ധ വിട്ടതാണെങ്കിൽ ഒന്ന് കൂറ്റരക്കി ഒച്ചപ്പാട്ടാക്കുമ്പോൾ അഥവാ ഒന്ന് ഓർമ്മയ്ക്കാണ് വന്നാലോ എന്നതൊക്കെ. ഉമർ ഖത്താബ് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി, നബിയെ കുട്ടികളും പെണ്ണൊക്കെ ഉറങ്ങാൻ തുടങ്ങിയാണ്, സ്ത്രീകളും കുട്ടികളൊക്കെ ഉറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ വന്നു. അപ്പോൾ നബി പറഞ്ഞു, ദുനിയാവിൽ ഇന്ന് ആരും ഉണ്ടാവില്ല ഇങ്ങനെ ഈ നിസ്കാരം കാത്ത് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ ഇപ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞ കുറേ ഹൈറുകൾ, കുറേ ഓഫറുകൾ നബി തങ്ങൾ അപ്പോൾ അവിടെ പറഞ്ഞു കൊടുത്തു. അതൊരു വലിയ
ലാഭമായി. അപ്പോൾ അതും പറ്റുന്ന അർത്ഥം ഇമാമിനെ കാത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. പക്ഷെ നമ്മളൊക്കെ പള്ളികളിൽ ഇപ്പോൾ പൊതുവേ സ്വീകരിച്ചു പോകുന്ന രീതി നമ്മൾ സമയം ഫിക്സ് ചെയ്യുന്നു, അതവിടെ പ്രദർശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അറിയിക്കുന്നു, ബാങ്ക് കൊടുത്ത് എത്ര മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കും. അപ്പോൾ പിന്നെ ഇമാമും മഅ്മൂമികളൊക്കെ അതിലേക്ക് പാകപ്പെട്ട് വരാണ് അവിടെ ചെയ്യേണ്ടത്. അങ്ങനെ നിശ്ചയിച്ച് പ്രദർശിപ്പിച്ച് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. 20 മിനിറ്റ് നമ്മൾ വെച്ചു, ഒരു 10 ആയപ്പോൾ നമുക്ക് എന്തൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടേക്ക് പോകാനുണ്ട്, പള്ളി പൂട്ടി പോകണം, നമ്മൾ വേഗം നിസ്കരിക്കാൻ, അത് പറ്റില്ല. അത് പറ്റും ആ പള്ളിയിൽ സ്ഥിരമായി വരുന്ന എല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ, ആ പള്ളിയിൽ നിസ്കാരം ലക്ഷ്യമാക്കി വരുന്ന സ്ഥിരം മഅ്മൂമീങ്ങൾ, മഹ്സൂരീങ്ങളായ മഅ്മൂമീങ്ങൾ എന്ന് പറയും, ക്ലിപ്തപ്പെടുത്തപ്പെട്ട അവിടെ ലക്ഷ്യമാക്കി വരുന്ന ആളുകളുണ്ട്, ഓരെല്ലാവരും എത്തിക്കണേ, എന്നാൽ വേണമെങ്കിൽ നിസ്കരിക്കാം. ഒരാൾ വരാൻ ബാക്കിയുണ്ടെങ്കിൽ അയാളെ കാത്തുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അയാൾ വിളിച്ചു വയ്ക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു അന്നുണ്ടാവില്ല, ഓക്കെ ശരി എന്നാൽ പ്രശ്നമില്ല. അല്ലാതെ നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുമ്പേ നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. പിന്തിപ്പിക്കാൻ കുഴപ്പമില്ല, പിന്തിപ്പിക്കും തന്നെ അമിതമായി പിന്തിപ്പിക്കാൻ പാടില്ല. ഇത്തരം മഅ്മൂമികൾക്ക് പ്രയാസമാകുമെങ്കിൽ ഇപ്പോൾ ക്ലാസ് എടുക്കാം, നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞു നമുക്ക് ക്ലാസ് ചെയ്ത് നിസ്കരിക്കാം, കുഴപ്പമില്ല, അങ്ങോട്ട് കിട്ടാം. എന്നാൽ ഒരാൾ ഈ ക്ലാസ് നിസ്കാരം കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ച ആളാണ്, അപ്പോൾ അയാൾക്ക് പ്രയാസമാണ് എങ്കിൽ പറ്റില്ല, അയാൾ നമ്മൾ പരിഗണിക്കണം. അതാണ് ജമാഅത്തിൽ പൊതുവായി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ. അല്ലാഹു അഅലം. അത് പറ്റും, അത് ഇമാമിങ്ങളുടെ ബാധ്യതയാണ്. ഇമാമിമാർക്ക് ബാധ്യതയുണ്ട് സ്വഫ് ശരിയാക്കൽ. നബി തങ്ങൾ എല്ലാ വക്തിലും പ്രത്യേകമായി പറയുമായിരുന്നു, നിങ്ങൾ സ്വഫ് ശരിയാക്കുകയും സ്വഫിൻ്റെ പൂർത്തീകരണം നിസ്കാരത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് നബി പലപ്പോഴായി പറയുകയും നബി പലപ്പോഴും സ്വഫ് ശരിയാക്കി നിന്നിട്ടേ നബി നിസ്കാരം ആരംഭിക്കാറുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇഖാമത്തിന് മുമ്പ് തന്നെ സ്വഫ് നിർത്തിക്കാം. ഈ ഇഖാമത്ത് കൊടുത്തു ഇമാമ് നിൽക്കിട്ട് നിസ്കാരം തുടങ്ങുന്ന മുമ്പ് അതിന് സാവകാശം കാണാം, എന്നിട്ട് സ്വഫൊക്കെ ശരിയാക്കി റെഡിയാക്കി ബാക്കിലൊക്കെ റെഡിയാണ് എന്ന് ഉറപ്പെടുത്തിയിട്ട് വേണം ഇമാമ് നിസ്കാരം. ഇമാമത്തൊന്നും നോക്കാതെ പെടുത്താണ്ട് തക്ബീർ കെട്ടാൻ പാടില്ല. ഇഖാമത്ത് കൊടുത്ത അയാൾ നിസ്കാരം തുടങ്ങി, അതല്ല. ഇമാമിന് ബാധ്യതയുണ്ട് മഅ്മൂമിന്റെ സ്വഫ് ശരിയാക്കാൻ. മാത്രമല്ല ആളുകൾക്കിത് ശീലമാകണമെങ്കിലും ഇത് സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞ് ഓർമ്മാക്കുമ്പോഴാണ് ആൾക്കത് ശീലമായി വരിക. അപ്പോൾ ഇമാമിൻ്റെ കടമയാണ് സ്വഫൊക്കെ ശരിയാക്കി ആൾക്ക് പഠിപ്പിക്കാനുള്ള അതമുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുത്ത് എന്നിട്ടൊക്കെയാണ് ഇമാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. തെറ്റും തിരിഞ്ഞപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഇറങ്ങിയും കഴിഞ്ഞ് നിൽക്കാൻ പാടില്ല. നിങ്ങൾക്കിടയിൽ അങ്ങനെ നൃത്തത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടായാൽ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു തആല ഏറ്റവും വ്യത്യാസം ഉണ്ടാക്കും എന്നൊക്കെ നബി പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അത്തരം അദബുകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാം, എന്നിട്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അല്ലാഹു അക്ബർ. ഹിജാമ എന്നുള്ളത് നബിതങ്ങളുടെ കാലത്ത് തന്നെയുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇന്നത്തെ ഹിജാമയും അന്നത്തെ ഹിജാമയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അന്ന് പ്രത്യേകതരം കൊമ്പ് വെച്ചുകൊണ്ടാണ് ഹിജാമ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹിജാമക്ക് കൊമ്പ് വെക്കുക എന്നാണ് പൊതുവെ മലയാളത്തിലൊക്കെ അർത്ഥം വെക്കാറുള്ളത്. ഒരു പ്രത്യേകമായ കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ പല ഭാഗത്തും ചെറിയ ചെറിയ ഹോളുണ്ടാക്കി അതിൽ നിന്ന് രക്തം വായു കൊണ്ട് വലിച്ചു ഊറ്റിയെടുത്ത് അത് ഒഴിവാക്കുന്ന രീതിയാണ് നബിയുടെ കാലത്തുള്ള ഹിജാമ. ഇന്നത് മാറി ഇന്ന് മറ്റു ചില കപ്പുകൾ വെച്ച് അതിങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചെടുക്കുന്ന സംവിധാനമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അന്ന് നബി തങ്ങൾ പറഞ്ഞു, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, ഹിജാമ ചെയ്തവനും ആര് ശരീരത്തിൽ ചെയ്തോ അവനും രണ്ടുപേരുടെയും നോമ്പ് മുറിഞ്ഞു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹായി വന്നതാണ്. അതായത് ആർക്ക് വേണ്ടിയാണോ ഹിജാമ ചെയ്യുന്നത് അവൻ്റെ നോമ്പ് മുറിയും, ആരാണോ ചെയ്ത് കൊടുക്കുന്നത് അവന് നോമ്പ് മുറിയും എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തതായിട്ട് സ്വഹീഹായി വന്നിട്ടുണ്ട്. നോമ്പ് നോറ്റുകൊണ്ട് തന്നെ നബി ഹിജാമ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട് വന്ന ഹദീസും വന്നു. രണ്ടും സ്വഹീഹാണ്. ഹിജാമ ചെയ്തവൻ നോമ്പ് മുറിയും എന്നതും സ്വഹീഹാണ്. നബി നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു എന്നതും സ്വഹീഹാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമായി തോന്നും. നബിയുടെ വാക്കും പ്രവൃത്തിയും എതിരായാൽ വാക്കാണ് മുന്തിക്കേണ്ടത്. ഒരു കാര്യം നബി പറഞ്ഞു,
അതിനെതിരായി നബി ചെയ്തു എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് നബി പറഞ്ഞതാണ്. കാരണം ചെയ്തതിന് ചിലപ്പോൾ നബിക്ക് മാത്രം അല്ലാഹു തആല കൊടുത്തായിരിക്കാം, നബിക്ക് മാത്രം അല്ലാഹു അനുവദിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകും, നമുക്കറിയാത്തൊരു കാരണമുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നബിയുടെ വാക്കാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുപ്രകാരം ഈ ഹദീസ് ജമ്മ ചെയ്തവരുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞു നബി പറഞ്ഞല്ലോ ഇജാമ ചെയ്ത നോമ്പ് മുറിയും, നബി ഇജാമ ചെയ്തു ശരിയാണ്, അപ്പം നബിക്ക് മാത്രമേ ഇളവായിരിക്കാം, അതുകൊണ്ട് ഈ ഹദീസ് പ്രകാരം നോമ്പ് മുറിയുമെന്ന് പറഞ്ഞവരാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും. എന്നാൽ ഷാഫി ഇമാമൊക്കെ പറഞ്ഞത് നബി തങ്ങൾ ഹിജാമ ചെയ്തു എന്നുള്ളത് നബിയുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഹജ്ജത്തുൽ വിദാഇൻ്റെ ആ തൊട്ടുടനെയുള്ള സമയത്താണ്. നബി വഫാത്താകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പം നബി മുമ്പ് പറഞ്ഞു ഹിജാമ ചെയ്ത നോമ്പ് മുറിയും, എന്നാൽ അവസാന കാലത്ത് നബി തങ്ങൾ ഹിജാമ ചെയ്തു. അപ്പോൾ ആ ചെയ്തി ആ ഹദീസിൻ്റെ ഹുക്മ ഇപ്പോൾ നിലവിലില്ല എന്ന് തെളിവാണ്. ആദ്യകാലത്ത് നബി അങ്ങനെ പറഞ്ഞിരുന്നു, എന്നാൽ പിന്നീട് നബി ചെയ്ത് കാണിച്ചു. അപ്പോൾ മനസ്സിലായി ആ ഹുക്മിന് മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇജാമ ചെയ്താൽ മുറിയുകയില്ല. ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ ആ രണ്ടഭിപ്രായം നമുക്ക് രണ്ടും ശരിയാണെന്ന് പറയാം. കൂടുതൽ സൂക്ഷ്മത ആദ്യം പറഞ്ഞതാണ്. നബി ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ അത് സ്വഹീഹമായതുകൊണ്ട് തന്നെ ഇജാമ ചെയ്താൽ നോമ്പ് മുറിയുമെന്നതാണ് ഏറ്റവും സൂക്ഷ്മമായ അഭിപ്രായം. ഇപ്പം ഇന്നത്തെ കാലത്ത് രക്തം കൊടുക്കൽ ഇതിന് വളരെ പതിപ്പാണ്. ഇജാമയെപ്പോലെ മറ്റൊന്ന് രക്തം പുറത്ത് കൊടുക്കണമല്ലോ. അപ്പം രക്തം കൊടുക്കൽ ഇതിമക്കാരെ കയ്യാസാക്കാം. രക്തം കൊടുത്ത നോമ്പ് മുറി വെച്ചാൽ അത് ഇതിമക്കാരെ കയ്യാസാക്കാം. അപ്പം ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്ന് പറയുന്നവരൊക്കെ രക്തം കൊടുത്താലും നോമ്പ് മുറിയും എന്ന് പറയും. ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുക ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ രക്തം കൊടുത്താലും നോമ്പ് മുറിയുക ഇല്ല എന്ന് പറയും. അപ്പം ഏറ്റവും കൂടുതൽ സൂക്ഷ്മത അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് നമുക്ക് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്ന അഭിപ്രായമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യൽ നിർബന്ധമാണെങ്കിൽ മഗ്‌രിബിന് ശേഷം രാത്രി സമയത്തൊക്കെ ഹിജാമ ചെയ്യുക, അതാണ് കൂടുതൽ ശരിയായ നിലപാട്. അതല്ല ഒരാൾ മറ്റേ അഭിപ്രായം എടുത്തു എന്നുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്താനൊന്നും കഴിയുകയില്ല. ഇങ്ങനെ ഒരു ന്യായം ഈ ഹദീസുകൾ തമ്മിൽ ജമ്മ ചെയ്യുന്നിടത്ത് ഉള്ളത് കൊണ്ട് ഇന്നത്തെ ഹിജാമയിൽ ഹിജാമ ചെയ്യുന്നവൻ്റെ നോമ്പ് മുറിയുകയില്ല. അന്നത് പറയാൻ കാരണം ഇതാണ്, അന്ന് മസ്സുദ്ദമീന ഹിജാമക്ക് തൈരീഫിനെ കൊടുക്കുക, രക്തം വലിച്ചു ഊറ്റിയെടുക്കുക എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അംശം ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെയ്യുന്നവൻ്റെത് മുറിയെന്ന് പറഞ്ഞത്. ഇന്നത്തെ ഹിജാമയിൽ ചെയ്യുന്നവന് മുറിയുകയില്ല, എന്നാൽ ആരുടെ ശരീരത്തിലാണോ ചെയ്യുന്നത് അവൻ്റേത് മുറിയുമെന്ന് ഈ ന്യായപ്രകാരം നമുക്ക് പറയാം. അതാണ് കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം. അല്ലാഹു അഅലം. ഹിജാമക്ക് പൈസ വാങ്ങാം, എന്ത് കുഴപ്പം? ഹിജാമക്ക് പൈസ വാങ്ങാം. കൂടുതൽ നിശ്ചയിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഇത്ര റുപ്യകളുടെ നിശ്ചയിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. അതായത് നബി തങ്ങൾ ഹിജാമ ചെയ്തു, നബി തങ്ങൾ ഹിജാമ ചെയ്ത ആൾക്ക് പൈസ കൊടുത്തു എന്ന് തന്നെ പ്രത്യേകം ഹദീസിലുണ്ട്. അതൊരു നബി ചെയ്ത ചികിത്സ എന്നുള്ളേക്ക് നബിയുടെ ഒരു സുന്നത്ത് കൂടി ആയതുകൊണ്ട് തന്നെയാണ് അതിന് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങലും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞത്. അത് വിചാരിച്ചാൽ പൈസ കൊടുക്കാതെ പോലും വേണ്ട, നബി പൈസ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിന് മാത്രമല്ല, ഇമാം എന്ന പൈസ വാങ്ങൽ, ഖുത്ബയുടെ പൈസ വാങ്ങൽ ഒക്കെ ഇങ്ങനത്തെ അയക്കുന്ന പേരൊക്കെ വാങ്ങലേക്ക് വാങ്ങാം. നിങ്ങൾ തരത്തോട് ഞാൻ വാങ്ങില്ല. ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്ന റക്അത്ത് കഴിഞ്ഞ് സുജൂദ് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് ഒക്കെ എണീക്കുന്ന, രണ്ടാമത്തേക്കും നാലാമത്തേക്കും എണീക്കുന്ന അതിനിടയിലുള്ള ഇരുത്തം ജിൽസത്തുൽ ഇസ്തിറാഹ. നബി തങ്ങൾ ഇരുന്നു എന്നുണ്ട്. ആ ഇരുന്നത് സുന്നത്തായ നിലക്കാണോ അതല്ല ഒരു ആശ്വാസം ആവശ്യമായപ്പോൾ ഇരുന്നതാണോ എന്ന അഭിപ്രായ വ്യത്യാസം അതിൽ പഴയ കാലം മുതലേ ഉണ്ട്. അപ്പോൾ സുന്നത്തായിട്ട് ഇരുന്നതാണെങ്കിൽ നമുക്കൊരു ആവശ്യമില്ലെങ്കിലും ഇരിക്കണം സുന്നത്താകുമ്പോൾ. അതല്ല ഒരു ക്ഷീണം തോന്നി, ഒരു കുഴക്കുണ്ട്, അപ്പോൾ ഒന്ന് ഇരുന്നെഴുന്നേറ്റു എന്നതാണെങ്കിൽ അപ്പോൾ സുന്നത്താവില്ല. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇരിക്കാതെ അപ്പോൾ കിട്ടുള്ളൂ. പക്ഷെ പ്രായമുള്ള ആളാണ്, അസുഖമുള്ള ആളാണ്, കാലുമുട്ടുകൊണ്ട് വയ്യ, അല്ലെങ്കിൽ മറ്റൊന്ന് പ്രയാസമുണ്ട്, അയാൾക്ക് നേരെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നിരുന്ന് എണീക്കാം. പ്രബലമായ അഭിപ്രായം സുന്നത്താണെന്ന് തന്നെയാണ്. നബി ഇബാദത്തിന്റെ ഭാഗമായി തന്നെ ചെയ്ത ഇരുത്തമാണ്. അതുകൊണ്ട് ആ ഇരുത്തം സുന്നത്താണ് എന്ന് തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരെയും അഭിപ്രായങ്ങൾ. എന്നാൽ അതിൻ്റെ ഹിക്മത്ത് ഇതാണ്, അത് ഇബാദത്തായി ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട്
അത് സുന്നത്തില്ല, ഒരാൾക്ക് വേണമെങ്കിൽ ഇരിക്കാമെന്നുള്ളൂ എന്ന് പറഞ്ഞവരും ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഏത് വിഷയത്തിലുണ്ട്. അപ്പോൾ പല്ല് തേക്കുമ്പോൾ വലത് കൈകൊണ്ട് തേക്കണമോ ഇടത് കൈകൊണ്ട് തേക്കണമോ എന്ന് ചർച്ച ഇബ്നു സമീർ അഹമ്മദയുടെ ഷർഹ് മുംതിലെ കാണാൻ പറ്റും. കാരണം അത് വരാൻ കാരണം എന്താണ്? മൂത്രമൊഴിച്ച കഴുകൽ ഇടത്തെ കൈ കൊണ്ടാണ്, കക്കൂസ് പോയ കഴുകൽ ഇടത്തെ കൈ കൊണ്ടാണ്. അപ്പം മ്ലേച്ഛ വൃത്തിയാക്കലൊക്കെ ഇടത്തെ കൈ കൊണ്ടാണ്. അപ്പം പല്ലേക്കൽ ഒരു വൃത്തിയാക്കലാണല്ലോ, അപ്പോൾ ഇടത്തെ കൈ വേണ്ടേ എന്ന് ചിലർ ന്യായം പറഞ്ഞു. എന്നാൽ ഖൈറായ കാര്യങ്ങളൊക്കെ വലത് കൈ കൊണ്ട് മുന്തിക്കാനാണ് പറഞ്ഞത്. അപ്പം ഈ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ കാര്യമാണല്ലോ, ഇബാദത്തിന്റെ ഭാഗമാണല്ലോ, ആ വലത്തെ കൈയോട് തേക്കണ്ടേ എന്ന് തിരിച്ചത് ചർച്ചകളും കാണാം. അവിടെ ഇബ്നു സമീർ അഹമ്മദൊക്കെ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് സുന്നത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന മിസ്വാക്കാണെങ്കിൽ വലത്തെ കൈയോണ്ട്, പൊതുവ് ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സുന്നത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന മിസ്വാക്കാണെങ്കിൽ വലത് കൈ കൊണ്ട്. അതേസമയം ഒരാൾ ഉറങ്ങി എഴുന്നേറ്റു, അല്ലെങ്കിൽ കുറേ സമയം പുറത്ത് ഇരുന്നപ്പോൾ വായക്ക് സ്മെല്ല് വന്നു, അപ്പോൾ ഒന്ന് ശുദ്ധിയാകാൻ വേണ്ടി ചെയ്യാണ്, അവിടെയാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ടും എന്ന് രണ്ടും കൂടെ ജമ് ചെയ്ത് ഇബ്നു സമീർ അഹമ്മദൊക്കെ ഷർഹ് മുംതി പോലുള്ള കിതാബിലൊക്കെ പറഞ്ഞത് കാണാൻ കഴിയുന്നു. അല്ലാഹു അഅലം. ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമ് എഴുന്നേൽക്കും മുമ്പ് തിരിയും മുമ്പ് മഅ്മൂമികൾ തിരിയാൻ പറ്റുമോ? സ്വഹാബിമാരാരും നബി എണീക്കുന്നതിന് മുമ്പ് എണീക്കാറില്ല. അതിന് കാരണം പറഞ്ഞത് നബിയുടെ പള്ളിയിൽ പിറകിലാണ് സ്ത്രീകൾ ഉണ്ടാവാറുള്ളത്. മുമ്പിൽ പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ. ഇതാണ് നബിയുടെ പള്ളി. അതുകൊണ്ട് കാന ഇദാ സല്ലമ മക്കസ ഫീ മുസല്ലാഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വിട്ടാൽ അവിടെ തന്നെ അല്പസമയം ഇരിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ലം യംകുസ് ഇല്ലാ മിഖ്ദാറ മാ യഖുൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക ജലാലുൽ ഇക്റാം എന്ന് പറയുന്ന സമയം നബി അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് നബി തിരിയും. അപ്പോൾ എന്തിനാണ് ഇരുന്നത്? അവർ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു നബി അങ്ങനെ കുറച്ച് സമയം അങ്ങനത്തെ ഇരുന്നത് പുരുഷന്മാർ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പുരുഷന്മാർ എഴുന്നേറ്റാൽ പിറകെയുള്ള സ്ത്രീകളുമായി കാണാനും അവരുമായി പക്ഷേ ഇടകലരാനുമൊക്കെ ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പം ലിക്കൈ യൻസരിഫൻ നിസാ, നബി സലാം വീട്ടിയാൽ സ്ത്രീകൾ വേഗം അവിടുന്ന് എണീക്ക് പോകും. ബാക്കിലുള്ള സ്ത്രീകൾ വേഗം എണീറ്റിട്ട് ഒരു സുരക്ഷിതമായ ഭാഗത്തേക്ക് ഒരു മാറിയിരിക്കും. എന്നിട്ട് നബി തിരിഞ്ഞിരിക്കും. അപ്പം പിന്നെ എണീക്കുന്ന പുരുഷന്മാർക്ക് എണീക്കാം, എന്നാൽ പിന്നെ സ്ത്രീകളെ കാണുന്ന പ്രശ്നം വരുന്നില്ല. അപ്പം അതിനു വേണ്ടിയാണ് നബി ആ ഒരു സാവകാശം അവിടെ കാണിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ പ്രത്യേകമായി പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. എങ്കിലും മഅ്മൂമിന് പോകാൻ പാടില്ല എന്നില്ല. ഇമാം സലാം വിട്ടിയാൽ ഇമാം മഅ്മൂമുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ അവസാനിച്ചു. പിന്നെ ഇമാമല്ല മഅ്മൂമല്ല, മഅ്മൂമിനൊക്കെ പോകാം. എന്നാൽ ഇങ്ങനെ നബി ചെയ്തിട്ടുണ്ട്. നബി അല്പസമയം അതേ ഇഷ്ടം ഇരിക്കുന്നു, എന്ന് നബി തിരിഞ്ഞിരിക്കുന്നു. ആ തിരിഞ്ഞിരുന്ന ശേഷമാണ് മഅ്മൂമികൾ എഴുന്നേൽക്കാറുള്ളൂ. അതിന് കാരണം പ്രത്യേകം പറഞ്ഞു, സ്ത്രീകളുമായി കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയാകുന്നു. അപ്പം അങ്ങനത്തെ ഒരു ആശങ്കയൊന്നുമില്ല. ഇപ്പം നമ്മുടെ പള്ളിയൊക്കെ സ്ത്രീകൾ വേറെ ഭാഗത്താണ്, പുരുഷന്മാർ വേറെ ഭാഗത്താണ്, അങ്ങനെ സ്ത്രീകളുമായി കാണുന്ന വിഷയമൊന്നും വരുന്നില്ല എങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു വെയിറ്റിംഗ് ആവശ്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. എല്ലാ വക്തിനും എല്ലാ ദിവസവും പ്രത്യേകം സുഹൃത്തുക്കൾ പറഞ്ഞിട്ടില്ല. കുറേ ലഈഫ് ഹദീസ് ആ വിഷയത്തിലുണ്ട്. ഇന്ന ളുഹുറിൻ്റെ സുഹൃത്ത്, അസ്കിൻ്റെ സുഹൃത്ത്, കുറേ സുഹൃത്തുണ്ട്. പൊതുവായി നബിതങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത ചില ഏരിയകളുണ്ട്. ഇന്ന സുഹൃത്ത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയിച്ചു കൊടുത്ത ഏരിയകൾ ജമാഅത്ത് അസ്കിന് പ്രത്യേകിച്ചും നബി താഴെയുള്ള സുഹൃത്തുക്കളാണ് പ്രോത്സാഹിപ്പിച്ചത്. താഴെ സുഹൃത്തുക്കളാണ് നബി ഇപ്പം മുആദ് ഇമാം ദീർഘമായ ഖുർആൻ എനിക്ക് ളുഹവല്ലൈലി ഓതിയാൽ പോലെ അൽ മുസ്തഹി ഓതിയാൽ പോലെ എന്നൊക്കെ നബിതങ്ങൾ ചോദിച്ചത് കാണാൻ കഴിയും. എന്നാൽ വെള്ളിയാഴ്ച ജുമായ്ക്ക് പ്രത്യേക നബിതങ്ങൾ പിന്നെ സബീസ് മജു അല്ലത്താക്കി ഓതിയത്, ജുമായി മുനാഫിക്ക് ഓതി കാണാൻ പറ്റും, പെരുന്നാളങ്ങനെ ഓതി കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞതുണ്ട്. വെള്ളിയാഴ്ച സുബഹിക്ക് നബി സജദ പാരായണം ചെയ്തിട്ടുണ്ട്, അല്ലാത്തും ഓതിയിട്ടുണ്ട്. സജദ മാത്രമൊന്നുമല്ല, സജദ ഓതിയിട്ടുണ്ട്. നബി അധികം അത് ഓതലുണ്ട്. ഇബ്നു തൈമിയ്യ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും സജദ ഓതുകയാണെങ്കിലും ഇടയ്ക്ക് വെള്ളിയാഴ്ച അല്ലാത്ത ഓതാൻ നല്ലത്. കാരണം ഇത് വാജിബല്ല എന്ന് ആളുകൾ മനസ്സിലായിക്കോട്ടെ. മറ്റത് മാത്രമേ ഓതാൻ പാടുള്ളൂ എന്ന് തോന്നും. സജദ അല്ലാത്ത ഓതിയാൽ ആക്ഷേപം വരും. എന്താ പറയുക, ഇമാം സജദ ഓതിയല്ലോ, ഇന്ന് ബാണസുഹൃത്ത് ഓതിയത്, അത് ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിർബന്ധമായതൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇടയ്ക്കെപ്പോഴെങ്കിലും അല്ലാത്ത സുഹൃത്ത് ഓതൽ നല്ലതാണ്. ഇതൊക്കെ
ഇബ്നു തൈമിയ്യ പറഞ്ഞ് കാണാൻ കഴിഞ്ഞു. അതെ, സൂറത്തുകൾ ഭാഗികമായി ഓതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. ഒരു കഷ്ടം മാത്രം ഓതുക, 2 റക്അത്തിൽ 2 സൂറത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഓതുക, അത് പൊതുവെ നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അതിശക്തമായ ഭാഷയിൽ അതിനെ ആക്ഷേപിക്കുന്നുമുണ്ട്. ഇബ്നു ഖയ്യിം മാത്രമാണ് അങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടത്. വളരെ ശക്തമായ ഭാഷ അദ്ദേഹം അത് പറയുകയും നബിയുടെയോ സ്വഹാബത്തിൻ്റെയോ രീതിയെ അല്ല പല സ്ഥലത്തായിട്ട് ഓതൽ. നബിയുടെ പതിവ് ഒന്നുകിൽ ഒരു റക്അത്തിൽ ഒരു സൂറത്ത് പൂർണ്ണമായി ഓതും, അല്ലെങ്കിൽ 2 റക്അത്തിലേക്ക് ഒരു സൂറത്തിനെ നബി ഡിവൈഡ് ചെയ്യും. ഒരു സൂറത്തിന് പകുതി ഭാഗം ഒരു റക്അത്തിൽ ഓതുന്നു, ബാക്കി അടുത്ത റക്അത്തിൽ ഓതുന്നു. ഇതാണ് നബി ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു സൂറത്തിന് 3 ആയത്ത് ഓതി അടുത്ത റക്അത്തിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് 2 ആയത്ത് ഓതി അങ്ങനത്തെ പതിവ് നബിക്ക് ഏതെന്നാലും ഇല്ല. നബി ഞങ്ങൾ സൂറത്തുകൾ ഓതുമ്പോൾ ഒരു തർത്തീബ് നബി അവിടെ പാലിക്കാറുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. എന്നാൽ ആധുനിക കാലത്തെ പണ്ഡിതന്മാരുടെ പലരുടെയും ഒക്കെ ചെയ്തികൾ അങ്ങനെയല്ല, ഹറമിലടക്കം അല്ലാത്ത രൂപത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അതിശക്തമായ ഭാഷ അതിനെ വിമർശിക്കുകയും അത് നബിയുടെ സ്വഹാബത്തിന് മാതൃക അല്ലാതെ പറയുകയൊക്കെ ചെയ്തത് സാദുൽ മആദ് പോലുള്ള കിതാബിലൊക്കെ കാണുന്നു. അല്ലാഹു അഅലം. നമ്മൾ അവസാനിപ്പിക്കേ? ചോദ്യമൊന്നുമില്ല. പറഞ്ഞു. വേറെ ചോദ്യം, സ്ത്രീകളുടെ ചോദ്യമുണ്ട്. ഫർദ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള റവാത്തിബ് നിസ്കരിക്കുമ്പോൾ വുളൂഇന്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് കൂടെ വെക്കേണ്ടതുണ്ടോ? വെച്ചാൽ 2 കൂടെ കിട്ടും, ഇല്ലെങ്കിൽ 1 കിട്ടും. ചെറിയ അമലും വലിയ അമലും ഒപ്പം വന്നാൽ ഒറ്റ അമൽ കൊണ്ട് 2 കിട്ടും. അത് പൊതുവായ ഖാഇദയാണ്. ഇദന്തറജൽ അസ്ഫറു തഹ്തൽ അക്ബർ ഫൽ അമദുൽ വാഹിദു യക്ഫീ ലഹുമ. ചെറിയ അമലും വലിയ അമലും ഒപ്പം വന്നാൽ ഒരു അമൽ കൊണ്ട് 2നും പകരം മതിയാകും. 2ഉം വലുതാണെങ്കിൽ പറ്റൂല. താരതമ്യേന ചെറുതും വലുതായെന്നുള്ള കാര്യമില്ല. വലിയതായി പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത് വലുതായി തന്നെ ചെയ്യണം. റവാത്തിബും ഫർളും ഒപ്പം കിട്ടുവെച്ചാൽ കിട്ടില്ല. ഇപ്പോൾ സുബീക്ക് വന്നപ്പോൾ സുബീന് മുമ്പ് 2 റക്അത്ത് സുബീ കൂടി ഒപ്പം നിയ്യത്ത് ചെയ്തു, അതില്ല. അത് വാർത്ത 2ഉം വലുതാണ്. ആപേക്ഷികമായി 1 വലുതൊന്ന് ചെറുതുമാണ്, പക്ഷെ 2ഉം വലിയതാണ്. അവിടെ 2 ആയി തന്നെ ചെയ്യണം. എന്നാൽ തഹിയ്യത്ത് നിസ്കാരം, വുളൂഇന്റെ 2 റക്അത്ത് നിസ്കാരം, ഇതൊക്കെ മറ്റുള്ളതിൻ്റെ കൂടെ കൂടിയാൽ അത് മാത്രം മതി. ഇപ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കുകയാണ്, തഹിയ്യത്തും വുളൂഇനും ശേഷമുള്ള 2 റക്അത്തും കൂടി ഒറ്റ നിയ്യത്തിൽ 2ഉം കിട്ടും. തഹിയ്യത്തും റവാത്തിബും കൂടി കിട്ടും. സുബീന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും റവാത്തിബ് നിസ്കരിക്കുന്നു, തഹിയ്യത്ത് കൂടി നിയ്യത്ത് ചെയ്തു. തഹിയ്യത്തിൻ്റെ ഉദ്ദേശം പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ മാത്രമേ ഉള്ളൂ. അത് ഏത് നിസ്കാരമായാലും മതി, അവിടെ നിസ്കരിച്ചാൽ മതി, നിസ്കരിക്കാതെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിസ്കാരമുണ്ട്, മതി, അവിടെ തഹിയ്യത്തും കൂടി നിയ്യത്ത് ചെയ്താൽ അതും കൂടി കിട്ടും. ഏതുപോലെ ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പ് വയ്ക്കുന്ന ഒരാൾ എല്ലാ തിങ്കളാഴ്ച നോമ്പ് വയ്ക്കലുണ്ട്. ആ തിങ്കളാഴ്ച അറഫ കൂടി വന്നു, അതിന് 2 നോമ്പിനെ കൂടി കിട്ടും. ചില സ്ഥലത്ത് 3 നോമ്പിനെ കൂടി കിട്ടും. എന്നാൽ ചിലത് അങ്ങനെ കിട്ടുകയുമില്ല. അപ്പോൾ പൊതുവെ ചെറിയ അമലും വലിയ അമലും ഒപ്പം വന്നാൽ ഒറ്റ അമൽ കൊണ്ട് 2ഉം ലഭിക്കും എന്ന തത്വപ്രകാരം വുളൂഇന് ശേഷമുള്ള 2 റക്അത്ത്, തഹിയ്യത്ത് നിസ്കാരം ഇവയൊക്കെ നമുക്ക് അങ്ങനെ മറ്റൊന്നിനെ കൂടെ ചേർത്തി ചെയ്യാവുന്ന നിസ്കാരമാണ്. അല്ലാഹു അഅലം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഏകദേശം കാര്യങ്ങൾക്കായി തോന്നുന്നു. ഒന്നുമില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കി ചോദിക്കലാണ്, അപ്പോൾ വേണ്ട, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. സ്വതക്ക ചെയ്യേണ്ടത് എപ്പോഴും ത്വയ്യിബായ സമ്പത്തിൽ നിന്ന്. ഇന്നല്ലാഹു ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അള്ളാഹു ത്വയ്യിബാണ്, ത്വയ്യിബല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വിശിഷ്ടമായതിൽ നിന്നാണ് സ്വതക്ക ചെയ്യേണ്ടത്. ന്യായമായി നമ്മുടെ കൈവശം വന്ന പണം, ന്യായമായി വരുന്ന ഒന്നുകിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത്, അല്ലെങ്കിൽ നമുക്ക് ഹദിയയായോ സ്വതക്കയായോ കിട്ടിയത്, ഇതാണ് ഒരാൾക്ക് അവകാശപ്പെട്ട മുതൽ എന്ന് പറയാവുന്നത്. പിന്നെ ഉള്ളത് മക്കളുടെ സമ്പത്തിൽ ബാപ്പമാർക്ക് അധികാരമുണ്ട്. അന്തമ മാലുക്കരി അബീഖ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഉമ്മാക്കില്ല, ബാപ്പനെ പറ്റാൻ പറഞ്ഞത്. നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പാൻ്റെതാകുന്നു. അപ്പം മോൻ്റെ മുതലെടുക്കാൻ ബാപ്പാക്ക് സമ്മതം ആവശ്യമില്ല, കാരണം മോൻ ബാപ്പാൻ്റെ ആണല്ലോ. അപ്പം ഇനി മോൻ എന്തുണ്ടെങ്കിലും അതൊക്കെ ആ ബാപ്പാൻ്റെ തന്നെയാണ്, അത് പറ്റും.
ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യയ്ക്കെടുക്കാൻ അനുവാദമുള്ളത് ചെലവിനുള്ള വക കൊടുക്കണില്ലെങ്കിൽ എടുക്കാം. പെരീത്തെ ആവശ്യത്തിന് കൊടുക്കണില്ല എങ്കിൽ അവർക്ക് ന്യായമായി കിട്ടേണ്ടത് ഭക്ഷണം കഴിക്കാൻ, മരുന്ന് കഴിക്കാൻ, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് തരുന്നില്ലെങ്കിൽ ഭർത്താവിൻ്റെ കീശിൽ നിർത്താൻ കുഴപ്പമൊന്നുമില്ല. അത് നബിയുടെ മുമ്പിൽ വന്ന സ്ത്രീകൾ പരാതി പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, എനിക്ക് ന്യായമായി അർഹതപ്പെട്ട് നീ എടുത്തോ, അതിന് മോശമെന്ന് പറയില്ല. എന്നാൽ അത് വഴിയാക്കിയാണ്ട് കുപ്പായം തൂക്കിയിടാൻ കാത്തിക്കാൻ പാടില്ല. കുപ്പായം തൂക്കിയിട്ട് അപ്പുറത്ത് എടുത്തുകൊണ്ട് പോവുക എന്ന് പറ്റില്ല. സ്വതക്ക ചെയ്യാൻ അതിൽ പറഞ്ഞിട്ടില്ല. സ്വതക്ക ചെയ്യാൻ അങ്ങനെയല്ല. സ്വതക്ക ചെയ്യാൻ ഭർത്താവിൻ്റെ സമ്പത്താണെങ്കിൽ ഭർത്താവിന് അനുവാദം വേണം. അല്ലെങ്കിൽ ഭർത്താവിന് അനുവാദം ഉണ്ടാകുന്നത് ഒരു മികച്ച ദാനെങ്കിലും വേണം. മുപ്പത് ഓർക്കറിയാം അതിന് ഒരു 100 സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവിന് പ്രശ്നമൊന്നുമില്ല എങ്കിലും ഓക്കെ. അതല്ല, ഭർത്താവിന് അത് അങ്ങനെ സമ്മതിക്കുന്നില്ല, ഭർത്താവിന് അതിന് പ്രത്യേക താല്പര്യമില്ല എന്നാണെങ്കിൽ ചെയ്യാനുള്ള അവകാശം ഭാര്യമാർക്ക് ഇല്ല. എന്നുവെച്ചപ്പോൾ വീട്ടിൽ ഭിക്ഷക്കാരൻ വന്നു, ഭർത്താവ് അവിടെ ഇല്ല, മൂപ്പഴേക്ക് ഈശോ വെച്ച പൈസ ഉണ്ട്, അപ്പം മൂപ്പർക്കറിയാം എടുത്തു കൊടുത്തിട്ട് മൂപ്പഴ പറഞ്ഞാലും മൂപ്പർക്കത് സന്തോഷമേ ഉള്ളൂ എന്നാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല. എന്താണെങ്കിലും ന്യായമായ സമ്പത്തിൽ നിന്നും വിശുദ്ധമായ സമ്പത്തിൽ നിന്നുമാണ് ദാനധർമ്മങ്ങൾ ഉണ്ടാവേണ്ടത്. അല്ലാത്ത സ്വതക്ക എന്ന് പറയില്ല. പലിശ പണം മറ്റൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ അതായത് സ്വതക്ക ഏതായാലുമല്ല. കാരണം സ്വതക്ക കൊടുക്കുന്നത് നമ്മളുതാവണ്ടേ, പലിശ പണം നമ്മളുതല്ല. നമ്മളുതല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അതിന് സ്വതക്ക ചെയ്യാനായിട്ട് നമുക്ക് സ്വതക്കൻ്റെ വകുപ്പ് ഏതായാലും ഇല്ല. പിന്നെ ഒരു പണം നശിപ്പിക്കാതെ വെക്കാൻ വേണ്ടി തൽക്കാലം താരതമ്യേന ദോഷം കുറഞ്ഞ വഴിക്കത് മാറ്റി എന്നേ വരുള്ളൂ. പൈസ വലിച്ചറിയാൻ പറ്റുന്നല്ലോ. അവിടെ താരതമ്യേന ദോഷം കുറഞ്ഞ വഴിയിൽ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് ഏതായാലും പറ്റില്ല, നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ അത് മറ്റൊരു വഴിക്ക് അത് ഒഴിവാക്കി എന്നുള്ളൂ. അത് സ്വതക്കയായിട്ട് തരുന്നാലും കൂട്ടാനൊന്നും പറ്റില്ല, അതിന് കൂലിട്ടെന്ന് വിചാരിക്കാൻ പറ്റുകയുമില്ല. എന്ത് കൊടുത്താലും എന്ത് കൊടുക്കാതെ പറയാൻ കാര്യം എന്തിനാണെങ്കിലും സ്വതക്ക കൊടുത്തു പറയാൻ പറ്റില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ റെസീറ്റ് വാങ്ങിക്കാണ്ട് വലിയ വർത്തമാനം വേണ്ട, ഞാൻ ജാമ്യം കൊടുത്തുകൊണ്ട് അത് പറ്റില്ല, ജാമ്യക്ക് വളരെ തന്നെ വാങ്ങും. അപ്പോൾ അങ്ങനത്തെ പൈസ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. അർത്ഥം അല്ലാഹു അഅലം. അതൊരിക്കൽ വാങ്ങാൻ കുഴപ്പമില്ല. സ്ത്രീകൾ പറഞ്ഞവിടെ പ്രശ്നമാണ്, നമ്മളൊക്കെ പണിയാവും. പിന്നെ മനസ്സിലായി, നമ്മളെ വീട്ടിൽ പണിയെടുക്കണ ബാധ്യത ഭാര്യയ്ക്കുണ്ടോ ചോദിച്ചാൽ ഇല്ല. നമ്മളെ കുട്ടിക്ക് മുലയെടുക്കണ ബാധ്യത ഒക്കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളെ കുട്ടിക്ക് മുലയെടുത്തോളാം, എനിക്ക് പൈസ വേണം. അപ്പോൾ മുമ്പിക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ട, അതിനേക്കാൾ കുറഞ്ഞ പൈസക്ക് മുലയെടുക്കാൻ പറയാൻ ആളുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തോളാം പറയാം, കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. അതേപോലെ പിന്നെ പൊതുവെ ഈ നമ്മൾ ഈ വീട്ടിലെ വിഷയങ്ങൾ വെച്ചാൽ പൊതുവെ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യമാരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണോ ആ സാഹചര്യത്തിന് സമാനമായത് കൊടുക്കൽ നമുക്ക് ബാധ്യതയാണ്. അപ്പം അവളെ വീട്ടിൽ വേലക്കാരിയുണ്ട് എങ്കിൽ നമ്മളെ വീട്ടിൽ വേലക്കാരിയെ വെച്ചു കൊടുക്കണം. അവളെ വീട്ടിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മിക്സിയൊക്കെ ഉണ്ട്, നമ്മളെ വീട്ടിൽ അത് വാങ്ങിക്കൊടുത്തോളാം. അല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെങ്കിൽ 2 വഴി നമുക്കുണ്ട്. ഒന്നതൊന്നും ഇല്ലാത്ത പരിയിൽ പോയി കെട്ടുക, എന്നാൽ പ്രശ്നമില്ല, ഒരു സാധു പരിന്ന് കെട്ടി, എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അത് മതി. ഇതൊന്നും ഇല്ലാത്ത വീട്ടിൽ കല്യാണം കഴിച്ചാൽ ഇതൊന്നും കൊടുക്കണം ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കും മുമ്പേ പറയുക, ഞാൻ എൻ്റെ വീട്ടിൽ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന രൂപത്തിലൊക്കെയാണ് ഉള്ളത്, അത് സമ്മതമാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നുള്ളൂ. അതിനോട് സമ്മതിച്ചുകൊണ്ട് നമ്മൾ പോന്നു. പിന്നെ വന്നതിന് ശേഷം പറയാൻ പറ്റില്ല, എന്നോട് അങ്ങനെ ഉണ്ട്, എന്നോട് അങ്ങനെ ഉണ്ട്, മറ്റോടത്ത് അങ്ങനെ ഉണ്ട് പറയാൻ പറ്റില്ല. എന്തൊക്കെ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അല്ലാത്തത്തോളം കാലം സാധാരണ നാട്ടു നടപ്പ് ഉറുഫ്, ഇപ്പം നമ്മളെപ്പോലത്തെ ഒരു വീട്ടിൽ സാധാരണ എന്താണോ രീതികൾ, ഇപ്പം എൻ്റെ വീട്ടിൽ ചുറ്റുപാടാവില്ല വേറെ ആളെ വീട്ടിൽ. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീട്, അനിയൻ്റെ വീട്, നമ്മുടെ ഇളപ്പാൻ്റെ വീട്, മുത്താപ്പാൻ്റെ വീട്, നമ്മുടെ അമ്മാവൻ്റെ വീട്, നമ്മളൊരു മാഹവിലുള്ള വീടുണ്ടല്ലോ, നമ്മളതേ നിലവാരമുള്ള നമ്മളതേ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾ, അവിടെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് നമ്മളും ഒരുക്കി കൊടുക്കേണ്ടത്. അതാണ് ഉറുഫ് എന്ന് പറയുന്നത്. അതിൽ താഴെയാണ് നമ്മൾ കൊടുക്കുള്ളൂവെങ്കിൽ അത് വിവാഹം കഴിക്കും മുമ്പേ നമ്മൾ അനുവാദം വാങ്ങണം. അത് മഹറടക്കം. ഇപ്പം മഹർ ഖുർആൻ പരിഭാഷ കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട്, തെറ്റൊന്നുമില്ല, പക്ഷെ അത് ആദ്യം പറയണം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നിക്കാഹ് വന്നിരിക്കുമ്പോൾ പരിഭാഷയിൽ വന്ന് കാണ്ട് അത് പറ്റില്ല. ആദ്യം പറയാം, ഞാൻ മഹർ എന്താ വേണ്ടി, മഹർ ചോദിക്കാനുള്ള അധികാരം പെണ്ണിനുണ്ട്. ഓര് പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, ഓക്കെ നമ്മൾ എന്തും കൊടുക്കാം. അല്ലെങ്കിൽ നാട്ടു നടപ്പിലെ മഹർ, ഇപ്പം നമ്മൾ ജ്യേഷ്ഠൻ കെട്ടിയപ്പോൾ എന്താ മഹർ കൊടുത്തത്, എളാപ്പാൻ്റെ മോൻ എന്താ മഹർ കൊടുത്തത്, ഓളെ ജ്യേഷ്ഠനെ കെട്ടിച്ചപ്പോൾ എന്താ മഹർ കിട്ടിയത്, ഓളെ കുടുംബത്തിലെ ആ ടൈപ്പ് സ്ത്രീകൾക്ക് എന്താ മഹർ കിട്ടുക, അതാണ് മഹറു മിസിൽ എന്ന് പറയുന്നത്.
അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഞങ്ങൾക്ക് എത്ര തരാൻ കഴിഞ്ഞാൽ ഞാൻ ഇന്നതേ മഹർ കൊടുക്കുള്ളൂ, അതിന് സമ്മതാണികൾ വന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്ന പോലെ വീടായാലും ചെലവിൻ്റെ കാര്യമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ പറയാം എൻ്റെ വീട്ടിൽ എന്നും കഞ്ഞിയും ഉണക്കമീനും ഉണ്ടാവുള്ളൂ, അതിന് ഇഷ്ടം ഇവിടെ നിന്നാൽ അലീജ് എൻ്റെ പൈക്ക് വയ്ക്കുന്നത് ഇപ്പം പറയാൻ പറ്റില്ല. അത് നിക്കാഹിന് മുമ്പ് പറയാം, നിക്കാഹിക്ക് മുമ്പ് പറയാം എൻ്റെ വീട്ടിൽ എന്നും കഞ്ഞിയായിരിക്കും, എന്നും സമ്മന്തി ആയിരിക്കും, ഉണക്കമീനാവും, അതിന് പറ്റുമെങ്കിൽ വിവാഹം കഴിച്ചാൽ മതി. ഓൾ റെഡിയായിട്ട് വന്നു, പിന്നെ ഓൾ മിണ്ടാൻ പറ്റില്ല. തിരിച്ച് ഓള് പറയുകയാണ് എനിക്കിവിടെ എന്നും മന്തിയും ബ്രോസ്റ്റും അൽഫാമൊക്കെ വേണം, അത് പറയാനുള്ള അവകാശം നോക്കില്ല. അത് പാടിയൊക്കെ ആദ്യം പറയാം, വിവാഹത്തിന് മുമ്പ് ഞാൻ എന്നെ കെട്ടുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നറിയാം. ഒരു മാണി കെട്ടിയാൽ മതി, മാണി കെട്ടണ്ട. അപ്പോൾ സാധാരണ നാട്ടു നടപ്പുകൾ എന്നതാണ് ഇതിലൊക്കെ ഉള്ളത്. അൽ ആദത്തു മുഹ്കമ, ഒരു നാട്ടിലെ പതിവാണ് അവിടെ ഹുക്മ പറയാമെന്നാണ്. അപ്പം നമ്മളെപ്പോലത്തെ നിലവാരമുള്ള വീട്ടിൽ എന്താണോ സാധാരണ ജീവിത രീതി അത് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പം അതിനനുസരിച്ച് ചിലപ്പോൾ ഒന്നും കിട്ടില്ലെങ്കിൽ ഭാര്യയ്ക്ക് പറയുമ്പോൾ ഭർത്താവിന് കേസിനൊന്ന് ദേശം എടുക്കേണ്ടി വന്നേക്കാം. അവിടെയൊക്കെ ഈ പറഞ്ഞ രീതിയാണ് അവർ പാലിക്കേണ്ടത് എന്ന് മാത്രം. അത് നേരത്തെ പറഞ്ഞു ഓള് ആവശ്യപ്പെട്ടാൽ കൊടുക്കാം. ഇപ്പം ഭാര്യ പറയാണ് ഞാൻ ഇവിടെ വീട്ടിൽ എല്ലാ പണിയെടുത്തോളാം, ഇല്ലെങ്കിലും പറയാം നീ പണി നിർപ്പിച്ചില്ലെങ്കിലും ഭാര്യയ്ക്ക് വേണമെങ്കിൽ പറയാം ഞാൻ വീട്ടിലെല്ലാ പണിയെടുത്തോളാം, എനിക്ക് അല്ല അത് ഭർത്താവിൻ്റെ കടമയാണ്, അത് ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കലും ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും പാർപ്പിടം കൊടുക്കലും ആണിൻ്റെ കടമയാണ്. അതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഏതും ദുരുപയോഗം ചെയ്യാം. അതിപ്പോൾ പൊതുവെ വെച്ചാൽ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ വിചാരിച്ചാൽ ഏതും ദുരുപയോഗം ചെയ്യാം. അതേസമയം പരസ്പരം അറിഞ്ഞും കണ്ടറിഞ്ഞും മനസ്സിലാക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനം. ഭാര്യയും ഭർത്താവും പരസ്പരം ഇഷ്ടപ്പെട്ട് പരസ്പരം സഹകരിച്ച് മനസ്സറിഞ്ഞ് ഒന്നായാൽ ഓനെ തുടങ്ങി പോയി തീരുമാനം ഓക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഓക്ക് വേണ്ടി എന്ത് സാധനം കൊണ്ടേ കൊടുക്കാനും ഓനും പ്രശ്നം ഉണ്ടാവില്ല. ഇതില്ലെങ്കിലോ ഓരോന്നിനും കണക്ക് പറയാൻ നിന്നാൽ ഇത് അയിമ മാത്രം നിൽക്കില്ല, ജീവിതം തന്നെ പൊടിയും. കണക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോയി കണ്ട് അനക്കാൻ കൊടുക്കാൻ വേണ്ടി അതല്ലേ പരി ഉണ്ടാകണേ. അപ്പോൾ ഭാര്യ പറയാണ്ട് ഞങ്ങൾ തുണി കുപ്പായും നിങ്ങൾ അണ്ടർവെയർ വരെ ഞാൻ തന്നെ അടിക്കണേ, അതിനൊക്കെ ഓരോന്ന് പീസ് കണക്കായി പൈസ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ പൈസ ഇപ്പോൾ തീരൂല, അവിടെ ആ കുടുംബജീവിതത്തിൻ്റെ അതോടുകൂടി കഴിഞ്ഞില്ലേ. ഇതൊക്കെ പരസ്പരമുള്ള സ്നേഹവും പരസ്പര ബന്ധവും തമ്മിലുള്ള ഒരു ഷെയറിംഗ് ഒക്കെ ഇതിലുള്ളത്. അല്ലാതെ ഇപ്പോൾ എല്ലാം നിയമം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ എല്ലാ കുടുംബ സംവിധാനവും അതോടുകൂടി പൊളിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ളതാണ്. ഭർത്താവിനെ ഭാര്യയും സഹായിക്കുക, ഭാര്യയെ ഭർത്താവും സഹായിക്കുക. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും, ചിലപ്പോൾ നമ്മളടുത്ത് പൈസ ഇല്ലാതെ തൽക്കാലം ഞാൻ പൈസ കൊണ്ടുപോകും ഞാൻ അത് തരാം എന്ന് പറയേണ്ടി വരും. അത് ഇപ്പം തരാൻ നിങ്ങൾ തോന്നി എൻ്റെ ഒക്കെ കരുതാനല്ലേ. ഈ മനസ്സാണ് പ്രധാനം. അതിപ്പോൾ നമുക്ക് വേണ്ടിയും ഭാര്യ എടുത്ത് തൽക്കാൻ കുറച്ച് പൈസ കടം വാങ്ങി, അപ്പോൾ പറയും എത്തപ്പോൾ കടം എൻ്റെ പൈസ നിങ്ങളെ പൈസക്ക് ഒന്നല്ലേ ഇതാ എടുത്തോളി എന്നാലും എന്തില്ല. അതൊരു സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധത്തിലാണ് അതാണ് സൗജന്യത, മിക്സിംഗ് ആണ്. ഭാര്യയും ഭർത്താവും കൂടി അസ്വാജാണ്, പരസ്പരം മിക്സ് ചെയ്ത് ഒന്നായി പോകേണ്ടവരാണ്. അവിടെ സമ്പത്തിനോ സൗകര്യത്തിനോ ഇങ്ങനത്തെ ഇത് ജോലിയല്ല. ഇപ്പം വീട്ടു ജോലി എന്നുള്ളത് യഥാർത്ഥത്തിൽ ജോലിയല്ല, അത് ഓല് അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു ആണിന് തോന്നുകയാണ് ഞാൻ വൈകുന്നേരം വരെ പണിയെടുത്താണ്ട് 1000 ഉറുപ്പ്യ കിട്ടിയിട്ട് ഈ 900 ഉറുപ്പ്യക്ക് പെരീക്ക് സാധനം കൊണ്ടുപോയി ഇപ്പം മുതലാവില്ല, എനിക്ക് ഹോട്ടലിൽ പോയാൽ 500 ഉറുപ്പ്യ ചോറ് വെച്ചാൽ 900 ഉറുപ്പ്യ കിച്ചിട്ട് പോകാം എന്ന് പോകാൻ വിചാരിച്ചാലോ? അങ്ങനെ ആലോചിച്ചാൽ അത് ശരിയാണല്ലോ. നമ്മൾ വൈകുന്നേരം വരെ പണിയെടുക്കുക, പെരീക്ക് കുട്ടികളെ മക്കളൊക്കെ പെരീക്ക് കുത്തിറക്കുക, ഓർക്ക് നാളെച്ച ഫുൾ ഫ്രീ, ഓലിങ്ങനെ പെരീ കളിച്ച് തിരിച്ച് നടക്കുക. നമ്മളന്നും പണിക്ക് കഴിക്കാണ്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കിട്ടിയ പൈസക്ക് ഒക്കെ പാടെ അവസാനം ഇറച്ചിയും മീനും പച്ചക്കറി വാങ്ങി തൂക്കി പിടിച്ച് വരിക. ഇതിപ്പോൾ ശരിയാവില്ല, ഇത് ബുദ്ധിമുട്ടാണ്. തൽക്കാലം എനിക്ക് ഹോട്ടലിൽ പോയി ചോദിച്ചാൽ പോലെ മതി കൊണ്ടിട്ടാൽ ഞാൻ മതി ഒരു ഹോട്ടലിൽ പോയി ചോടുന്ന. അപ്പം ഇത് കേവലം ഒരു ജോലിയല്ല, ഇത് ജീവിതമാണ്. ആ ജീവിതം അറിഞ്ഞും ആസ്വദിച്ചും പരസ്പരം ഷെയർ ചെയ്ത് ദുഃഖ സന്തോഷങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ശരിക്കും ഇവിടെ ജീവിതം ആസ്വദിക്കുകയാണ്, ഇത് അനുഭവിക്കുകയാണ്. അവിടെ കൊടുക്കൽ വാങ്ങലുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് ഉൾക്കൊള്ളാത്തത്തോളം കാലം ഒരാൾക്ക് ഏതും ദുരുപയോഗം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ കീശിൽ പൈസ എടുത്തു സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം ഓള് ആവശ്യത്തിന് എടുക്കുള്ള നമുക്കറിയാം, ന്യായമാതിനെ ഓൾ എടുക്കുള്ള നമുക്കറിയാം. ഓളും തന്നെ പരമാവധി എടുക്കാതൊക്കെയാണ് നോക്കുക.
എങ്ങനെ എടുക്കാനല്ലോ നോക്കുക, അല്ലെങ്കിലോ എടുക്കാൻ വല്ല വകുപ്പുകളൊക്കെയോ കാലിയാക്കാൻ നോക്കുക. ഇത് ഭാര്യയും നമുക്ക് ബുദ്ധിമുട്ടാണ്, വേണ്ട, പരമാവധി എടുക്കാതെ മീൻ വാങ്ങാൻ പൈസ കൊടുത്താലും അതിന് 10 രൂപ മിസ് ചെയ്യാണ്ട് കുറച്ചും കൂടി എങ്ങനെയെങ്കിലും സമ്പാദിക്കാനേ ഒരു നോക്കുള്ളൂ. അല്ലെങ്കിലോ ഇതൊക്കെ പരസ്പരം ഈ ഒരു പരസ്പരം ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ ഇതെല്ലാം തകർന്നു പോവുകയും ചെയ്യും. വല്ലാഹു അഅലം. അത് പഴയ കാലത്തുള്ള രീതികൾ ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് പെണ്ണിട്ടിച്ചാൽ തന്നെ പെരിയ ആളില്ലാപ്പം പെണ്ണിട്ടിക്കാന്നാണ്. പിന്നെ സ്ത്രീധനം വന്നു, കടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ മോനൊക്കെ പെണ്ണിട്ടിച്ചപ്പോൾ കടം പിടിക്കണമെന്ന് പറയും. അന്ന് ഭയതൊക്കെ എന്തിനാണ്? അന്ന് ഭയതൊക്കെ എന്തിനാണ്? പൈസ ഉണ്ടാക്കാനല്ലേ, ധനശേഖരണ അർത്ഥം, പള്ളിയുടെ ധനശേഖരണ പൊതുസ അതിൻ്റെ ഭയതൊക്കെ തന്നെ. അപ്പം അത് അതൊക്കെ എന്താ, ഈ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. ഇതൊന്നും നിയമങ്ങളുടെ പ്രശ്നമല്ല, കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. അപ്പം ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളി എന്ന നിലയ്ക്ക് നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ അവർക്ക് ജീവിത പങ്കാളി ആവുകയും ചെയ്താൽ ഒരു പ്രശ്നമില്ല. എല്ലാ സുഖവും എല്ലാ ദുഃഖവും രണ്ടാമതുമാണ്. അതുകൊണ്ടാണ് ഭർത്താവിന് അസുഖം വന്നാൽ ഭാര്യയ്ക്കും അസുഖം വരുന്നതാണ് ശരിയായ സ്നേഹമാണെങ്കിൽ. ശരിയായ സ്നേഹമാണെങ്കിൽ പറയാറുള്ളത്, ഭർത്താവ് പനിച്ചാൽ ഭാര്യയും പനിക്കും, ഭർത്താവ് കിടന്നാൽ ഭാര്യയ്ക്കും അതോടി, ബാക്കിയെല്ലാം മുടങ്ങി കിടന്നാണ് പിന്നെ ഇവിടെ നോക്കാൻ നിൽക്കും. അതൊരു സ്നേഹബന്ധമാണ്. തിരിച്ചങ്ങനെ തന്നെയാണ്. സാധാരണ പറയുന്നുണ്ട്, ഒരു ഭാര്യയുള്ള ആളാണെങ്കിൽ ഇതാ ഹാലത്ത് ഹാല മഅഹൂദാണ്, ഭാര്യ ആർത്തവനായാൽ ഓനോ ആർത്തവമാണ്. കാരണം പിന്നെ നടക്കില്ലല്ലോ. ഭാര്യ ആർത്തവകാരിയാണോ, ഭർത്താവിനും ആർത്തവമാണ്. കാരണം പിന്നെ ലൈംഗിക ബന്ധമില്ല. അതിനാണ് ഇസ്ലാമിന് 2 പറഞ്ഞത്. എന്നാൽ പിന്നെ ഒരാൾക്ക് ആർത്തവനായ സംഗതി മുടക്കുന്ന ആൾക്ക്. അപ്പോൾ ഏതായാലും അതൊക്കെ ഉൾക്കൊണ്ട് പോകാന്നുള്ളതാണ് ഇതിന് പ്രധാനം. വല്ലാഹു അഅലം. ഏതായിരുന്നാലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതും കേട്ടതിനും അപ്പുറം അമലാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്, വ്യത്യസ്തമായ പ്രയാസങ്ങൾ. അതെല്ലാം അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ നമുക്ക് നമ്മളെ ഒരു മനസ്സുണ്ടായി വരണം. അല്ലാഹു എല്ലാം ഖൈറാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.